കടുത്ത വിഭാഗീയതയും ജാതി വ്യവസ്ഥതയും നിലനിന്നിരുന്ന ഒരു കാലത്ത് ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് ഒരു മതേതര ഭാരതത്തിൻ്റെ ബെഞ്ചു പണിത ക്ലാസ് മുറികൾ തീർത്തവരാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മിഷണറിമാരും ക്രൈസ്തവ സഭയും. എന്നാൽ വർത്തമാനകാലത്ത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം നൽകിയ വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകളെ കേരളം ഓർക്കുന്നുണ്ടോ? ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനെ പോലുള്ള വിദ്യാഭ്യാസ വിവക്ഷകർ കേരളത്തിൽ നൽകിയ സംഭാവനകളെ പൊതുസമൂഹത്തിന് മുമ്പിൽ കൃത്യമായി അവതരിപ്പിക്കപ്പെടുന്നുണ്ടോ? ഷെഖൈന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. വിദ്യാഭ്യാസ രംഗത്തെ ക്രൈസ്തവ സംഭാവനകൾ വിസ്മൃതിയിലാകുമോ? ഈ ചർച്ചയിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്നു മുൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷണറും എഴുത്തുകാരനും നിരൂപകനുമായ ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി, BJP വക്താവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, ദീപിക ബാലസഖ്യം സംസ്ഥാന പ്രസിഡന്റ് ഫാദർ റോയി കണ്ണഞ്ചിറ. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ വളരെ ആഴത്തിൽ പഠിക്കുന്ന ഒരാളാണ് ഡോക്ടർ കുര്യാസ്. കേരളത്തിൻ്റെ ഈ സാമൂഹിക സാംസ്കാരിക ചരിത്രമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ക്രൈസ്തവ മിഷണറിമാരുടെ സംഭാവനകൾ അതിനെ എങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത്? കേരളത്തിന്റെ സാമൂഹികവും വൈജ്ഞാനികവുമായ വികസനത്തിൽ ക്രൈസ്തവ മിഷണറിമാര് നൽകിയ സംഭാവനകൾ വളരെ വിലപ്പെട്ടതാണ്, വളരെ വ്യാപകമാണ്. പല പരിവർത്തനങ്ങളുടെയും തുടക്കക്കാര് ഈ മിഷണറിമാരാണ് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യമാണ് പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. വാസ്തവത്തിൽ കേരളത്തിലെ എന്ന് പറഞ്ഞാൽ അന്ന് തിരുവിതാംകൂറാണ്. പക്ഷേ തിരുവിതാംകൂറിന്റെ സിംഹഭാഗവും പിൽക്കാലത്ത് കേരളമായി മാറി. തിരുവിതാംകൂറിന്റെ തെക്ക് ഭാഗത്ത് നാഗർകോവിലിന് സമീപമുള്ള മൈലാടി എന്ന പ്രദേശത്തെ വില്യം തോബിയാസ് റിങ്കിൾടോവ് എന്ന് പറയുന്ന ഒരു ലണ്ടൻ മിഷണറി സൊസൈറ്റിയിലെ അംഗമായ ഒരു മിഷണറി മൈലാടിയിൽ വന്ന് ആദ്യമായി ഒരു വിദ്യാലയം സ്ഥാപിക്കുന്നു. ആധുനിക വിദ്യാലയം. ആധുനിക വിദ്യാലയം എന്ന് പറഞ്ഞാൽ തമിഴിനോടൊപ്പം ഇംഗ്ലീഷ് കൂടി പഠിപ്പിക്കാൻ ആരംഭിക്കുന്നു, മറ്റു വിഷയങ്ങൾ കൂടി പഠിപ്പിക്കുന്നു. അതോടൊപ്പം അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2 കാര്യങ്ങളിലാണ്. ഒന്ന്, ജാതി മത ഭേദമില്ലാതെ എല്ലാവർക്കും ആ സ്കൂളിൽ വന്നിരുന്ന് പഠിക്കാൻ അവസരമുണ്ടായി. 2, ഈ അത്രയും കാലം ഗുരുകുല സമ്പ്രദായത്തിലും മറ്റും ഒതുങ്ങി നിന്നിരുന്ന വിദ്യാഭ്യാസ രീതിയെ അല്ലെങ്കിൽ പഠന രീതിയെ പൊതുസമൂഹത്തിലേക്ക് ഇറക്കിക്കൊണ്ടു. ഈ തോബിയാസ് റിങ്കിൾടോബിന്റെ സുഹൃത്ത് വേദമാണിക്യത്തിന്റെ വീട്ടുമുറ്റത്താണ് സ്കൂൾ ആരംഭിച്ചത്. ആ സ്കൂളാണ് പിൽക്കാലത്തെ ആധുനിക കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ അടിസ്ഥാന ശിലയായി മാറുന്നത്. പരമ്പരാഗത രീതിയിലുള്ള വിദ്യാഭ്യാസമല്ല അവിടെ കൊടുത്തത്, ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസമാണ്. ഭാഷകളോടൊപ്പം സോഷ്യൽ സയൻസും പഠിപ്പിക്കുന്നു, സംസ്കൃതം പഠിപ്പിക്കുന്നു, ഗ്രഹജീവിതത്തിന്റെ വിശദാംശങ്ങൾ പഠിപ്പിക്കുന്നു. അതോടൊപ്പം തയ്യല്, നെയ്ത്ത് തുടങ്ങിയ കരകൗശല വിദ്യകളും പഠിപ്പിക്കുന്നു. ഇത്തരത്തിലൊരു, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു സമഗ്ര സ്വഭാവമുള്ള പഠന സമ്പ്രദായത്തിനാണ് ഈ റിങ്കിൾടോബ് അന്ന് അവിടെ തുടക്കം കുറിച്ചത്. അത് പിൽക്കാലത്ത് അവിടെ തന്നെ ചാൾസ് മീഡ് ഏറ്റെടുത്ത് 1817 ആയപ്പോഴേക്കും ചാൾസ് മീഡ് റിങ്കിൾടോബ് പോവുകയും ചാൾസ് മീഡ് വരികയും ചെയ്തു. ധാരാളം സ്കൂളുകൾ പള്ളികളോടൊപ്പം ഈ ചാൾസ് മീഡ് സ്ഥാപിച്ചു. പിന്നീട് അത് തെക്കൻ തിരുവിതാംകൂറിലേക്ക് വ്യാപിച്ചു, നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തെല്ലാം വന്നു. അപ്പോഴേക്ക് മറ്റു തിരുവിതാംകൂറിലെ ചർച്ച് മിഷണറി സൊസൈറ്റി വന്നു കഴിഞ്ഞു. 1816 തോമസ് നോർട്ടൺ ആലപ്പുഴയിലും 1817
ബെഞ്ചമിൻ ബെയ്ലി കോട്ടയത്തും വന്നു കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം കുറെ കാലത്തിന് ശേഷം ബാസൽ മിഷൻകാര് ഉത്തര കേരളത്തിലെത്തി. അപ്പൊ ഈ മിഷണറിമാര് കേരളത്തിൽ ഉടനീളം എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ തുടക്കക്കാരായി എന്നതാണ്. ഒപ്പം ജാതി മത ഭേദമില്ലാതെ പൊതുസമൂഹത്തിനെ ഒരുമിച്ചിരുന്ന് പഠിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കി. എല്ലാവരും അത് സ്വീകരിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ വിപ്ലവകരമായ ഒരു തുടക്കം അതിന് കുറിച്ചു. അതിന് പിന്നാലെയാണ് നമ്മുടെ ചാവറ കുര്യാക്കോസ് അച്ഛൻ പ്രത്യേകിച്ച് കത്തോലിക്ക സമൂഹത്തില് അതുവഴി പൊതുസമൂഹത്തില് വിപ്ലവകരമായ ഒരു വിദ്യാഭ്യാസ പ്രക്രിയയുടെ തുടക്കം കുറിക്കുന്നു. 1846 കേരള ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ സംസ്കൃത സ്കൂള്, ഗുരുകുല സമ്പ്രദായമല്ല, ഒരു പൊതു സ്കൂള് ആരംഭിച്ച് അവിടെ ഇരുന്ന് സംസ്കൃതം പഠിക്കുന്നതിന്, അത് സവർണ വിഭാഗത്തിലുള്ള കുട്ടികൾക്കൊക്കെ ഒരുമിച്ച് വന്നിരുന്ന് പഠിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടാക്കി. അത് സവർണ വിഭാഗത്തിന് മാത്രമേ പ്രയോജനപ്പെടൂ എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 1864 അദ്ദേഹം മാന്നാനത്ത് ആധുനിക രീതിയിലുള്ള ഒരു പൊതുവിദ്യാലയം തന്നെ തുടക്കം കുറിച്ചു. മലയാമ്പള്ളിക്കൂടം എന്നൊക്കെയാണ് അന്ന് പേര് പറഞ്ഞിരുന്നത്. ആ സ്കൂളിലാണ് വാസ്തവത്തില് കേരള കത്തോലിക്ക സമൂഹത്തിലും മധ്യ തിരുവിതാംകൂറിലും പൊതുസമൂഹത്തിന്, അതായത് സവർണ വിഭാഗത്തിന് മാത്രമല്ലാതെ എല്ലാ വിഭാഗക്കാർക്കും വന്നിരുന്ന് പഠിക്കാവുന്ന ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഇവിടെ തുടക്കം കുറിച്ചതും പ്രചാരം നൽകിയതും എന്നതാണ്. തീർച്ചയായും ഇവിടെ ഡോക്ടർ കുര്യ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ പൊതുസമൂഹം നിർമ്മിതിയിൽ ക്രൈസ്തവ മിഷണറിമാരുടെയും ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പ്രസക്തി വളരെ വലുതാണ് അല്ലെ? തീർച്ചയായിട്ടും. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണന്റെ ഒരു ചോദ്യം ഇത് തന്നെയാണ്. നമ്മൾ കേരളത്തിൽ വിവിധ നവോത്ഥാന നായകരെയൊക്കെ കേരളം ഉയർത്തിക്കാട്ടാറുണ്ട്. സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലൊക്കെ സുത്യർഹമായ സേവനം ചെയ്ത കുറെ അധികം ആളുകളെ നമ്മൾ ഉയർത്തിക്കാട്ടുകയും അവരെ ആദരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ക്രിസ്ത്യൻ മിഷണറിമാര് അവർ നൽകിയ സംഭാവനയ്ക്കൊത്ത വിധം കേരളം അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നില്ല എന്ന ഒരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആദ്യം കാണേണ്ടത് അതിൻ്റെ കാരണമാണ്. സമൂഹത്തിലുണ്ടല്ലോ ആ ചിന്ത, സമൂഹത്തിലുണ്ട്. ഇപ്പം എനിക്ക് മുമ്പ് സംസാരിച്ച മിസ്റ്റർ കുര്യാക്കോസ് അദ്ദേഹം പറഞ്ഞ ആ മിഷണറി പ്രവർത്തനം ഇന്ത്യയിലേക്ക് വന്നു. അത് ധാരാളം, അദ്ദേഹം പറഞ്ഞ വരിക ഞാൻ പറഞ്ഞു, അത് ധാരാളം സ്കൂളുകൾ പള്ളിയോടൊപ്പം തുടങ്ങി എന്നാണ് പറഞ്ഞത്. ജാതി മത സവർണ അതീതമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ വരികൾ ഞാൻ സൂക്ഷ്മമായി കേട്ടു. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, എൻ്റെ ചോദ്യത്തോടൊപ്പം നിൽക്കുന്ന ആളാണ് ഞാൻ. എന്നോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ഒപ്പം ഞാൻ നിൽക്കുന്നു. പക്ഷെ ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളെന്ന നിലയിൽ നമ്മൾ ഉപരിപ്ലവമായിട്ട് മാത്രം സംസാരിക്കരുത്. നമ്മളതിൻ്റെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിലേക്ക് പോകണം. ഞാനിവിടെ വന്നപ്പം നിങ്ങളുടെ ചാനലിനെ കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞത് ഫൈൻഡ് ഔട്ട് ദ ട്രൂത്ത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ട്രൂത്തിലേക്ക് പോകേണ്ടി വരും. ജസ്റ്റിസ് കുമരപ്പ ഇന്ത്യയുടെ ചരിത്ര വിദ്യാർത്ഥികൾക്ക് ധാരാളം പാഠപുസ്തകങ്ങൾ രേഖപ്പെടുത്തുകയും ധാരാളം ചരിത്രം എഴുതുകയും ചെയ്ത ജസ്റ്റിസ് കുമരപ്പ അദ്ദേഹം പറഞ്ഞത് എന്താ? അദ്ദേഹം പറഞ്ഞത് 4 സേനാ വിഭാഗങ്ങളുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർക്ക്. അതിലെ 4 സേനാ വിഭാഗത്തിൽ ഒരു വിഭാഗമാണ്, സൈന്യമായിരുന്നു ക്രൈസ്തവ മിഷണറി സംഘം എന്നാണ് ജസ്റ്റിസ് കുമരപ്പ എഴുതിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അത് എഴുതിയത്? ഞാനതിൻ്റെ ചരിത്രത്തിലേക്ക്, അതിൻ്റെ ഫാക്ട്സിലേക്ക് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ഡീപ്പ് റൂട്ടിലേക്ക് പോകണമല്ലോ. മെക്കോള പ്രഭുവാണ് ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത്. മെക്കോള പ്രഭു രാജ്ഞിക്ക് എഴുതിയത് എന്താ? മെക്കോള പ്രഭു രാജ്ഞിക്ക് എഴുതിയത് അടുത്ത 50 വർഷത്തിനുള്ളിൽ ഭാരതത്തിൻ്റെ പാരമ്പര്യത്തെ തകർക്കുന്ന, ഭാരതത്തിൻ്റെ വേദത്തെയും ഇതിഹാസങ്ങളെയും രാമായണത്തെയും മഹാഭാരതത്തെയും തകർക്കുന്ന ഒരു വിദ്യാഭ്യാസ നയം ഞാൻ കൊണ്ടുവരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൽക്കട്ടയിൽ ആരംഭിച്ച ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് ബിരുദാനന്ദ ബിരുദവുമായി വെളിയിൽ വന്നവർ, വളരെ ഫ്രാങ്കായിട്ട് പറയാണ്, ബിരുദാനന്ദ ബിരുദവുമായി വെളിയിൽ വന്നവർ 5 പേർ ക്രൈസ്തവരായിട്ട് മാറി. ക്രൈസ്തവ മിഷണറി പ്രവർത്തനത്തിലേക്ക് അവർ മാറി. ഇനി നമുക്ക് കേരളത്തിലേക്ക് വരാം. തീർച്ചയായിട്ടും കേരളത്തിൽ ക്രൈസ്തവ
സമൂഹം അഥവാ മിഷണറി സമൂഹം ധാരാളം കാര്യങ്ങൾ സാമൂഹിക നവോത്ഥാനത്തിൻ്റെ പാതയിൽ ചെയ്തു. ഞാനതിൽ ഒരു കാര്യം പറയാം. അതൊക്കെ ചെയ്യാനുള്ള അനുവാദം കൊടുത്തത് ആരാ? അതൊക്കെ കൊടുത്തത് ഇവിടുത്തെ രാജാക്കന്മാരാണ്. ഇവിടുത്തെ രാജാക്കന്മാർ മിഷണറിയോട് നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് തരാമെന്നാണ്. ആ സമയത്താണ് ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് നിങ്ങളോട് പറയാം. തിരുവിതാംകൂറിൽ അന്നത്തെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ, അവർക്ക് മേൽമുണ്ട് ധരിക്കാൻ പാടില്ല. അതിൻ്റെ പേരിൽ ധാരാളം പ്രശ്നങ്ങളുണ്ടായി. രാജാവ് മേൽമുണ്ട് ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഉത്തരവിറക്കി. പക്ഷേ ഈ സമയത്താണ് കേണൽ മൺറോ അവിടെ വരുന്നത്. ബ്രിട്ടീഷുകാർ കേണൽ മൺറോ വന്നിട്ട് അദ്ദേഹം രാജ്ഞിയുമായിട്ടൊരു കോംപ്രമൈസ് ഉണ്ടാക്കി. ആ കോംപ്രമൈസ് മാധവനെ പോലെയുള്ള ചരിത്രകാരന്മാർ ശ്രീനാരായണ ഗുരുസ്വാമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റൗക്ക പള്ളിയിൽ വിതരണം ചെയ്യും. റൗക്ക ധരിക്കുന്നവർ ക്രൈസ്തവരായിട്ട് മാറും. അപ്പോൾ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർക്ക് റൗക്ക ധരിക്കാൻ പാടില്ല. ഉത്തരവാരുടെയാ? ഉത്തരവ് രാജാവിൻ്റെ. അപ്പോൾ പാവപ്പെട്ട സ്ത്രീകൾ, പെൺകുട്ടികൾ അവർക്ക് റൗക്ക ധരിക്കണം. റൗക്ക ധരിക്കാൻ അവർക്ക് പള്ളിയിൽ പോകാം. പള്ളിയിൽ പോയി ധരിച്ച് വെളിയിൽ വന്നാൽ അവർ ക്രൈസ്തവരായി. ഇങ്ങനത്തെ ഒരു ചരിത്രം ഇതിൻ്റെ ഇടയിലുണ്ട് എന്നത് നാം വിസ്മരിക്കരുത്. അതേസമയത്ത് ക്രൈസ്തവ സഭ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ കൂടുതൽ ക്രൈസ്തവ സഭ സംഭാവന ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, എപ്പോഴാണ് ക്രൈസ്തവ സഭ ഇന്ത്യയിലേക്ക് വന്നത്? ക്രൈസ്തവ സഭ ഇന്ത്യയിലേക്ക് വരുന്നത് ഇന്ന് കാണുന്ന റോമിൻ്റെ കീഴിലുള്ള, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സംഘടിതമായ ക്രൈസ്തവ സഭ റെഫർമേഷന് ശേഷമാണ് വരുന്നത്. മാർട്ടിൻ ലൂതറുടെ നേതൃത്വത്തിൽ റെഫർമേഷൻ ഉണ്ടാവുന്നു. ആ റെഫർമേഷൻ യൂറോപ്പിൽ പടർന്നു പന്തലിക്കുന്നു. ആ മാർട്ടിൻ ലൂതറിൻ്റെ റിനൈസൻസ് ചരിത്ര വിദ്യാർത്ഥികൾ ധാരാളം പഠിക്കുന്നതാണ്. ആ റിനൈസൻസിന് ഒരു കൗണ്ടർ റിഫർമേഷൻ ഉണ്ടായി. റിനൈസൻസ് വ്യാപിച്ചപ്പോൾ കൗണ്ടർ റിഫർമേഷൻ്റെ ഭാഗമായിട്ടാണ് പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ അന്ന് പോർച്ചുഗീസുകാർ വരുന്ന സമയത്ത് കേരളത്തിൽ ക്രൈസ്തവ യേശുക്രിസ്തുവിനെ പ്രാർത്ഥിക്കുന്ന, യേശുക്രിസ്തുവുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്ന ക്രൈസ്തവ സമൂഹം ഉണ്ടായിരുന്നു ഈ കേരളത്തിൽ. അവരിലെ പലരും അന്നത്തെ രാജാക്കന്മാരുടെ പ്രമാണിമാരായിരുന്നു. അവരുടെ സംസ്കാരം ഈ നാടിൻ്റെ സംസ്കാരവുമായിട്ട് ലയിച്ചു ചേർന്നിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്കറിയാം, കുരുമേ കുരിശുമൊക്കെ അറിയാം. പോർച്ചുഗീസുകാർ വന്നതിന് ശേഷം ഒരു എന്താ പറയുക, ഒരു സംഘടിതമായ ക്രൈസ്തവ സഭ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഈ സമയത്ത് തന്നെയാണ്, അതിനുശേഷം പോർച്ചുഗീസുകാർക്ക് ശേഷമാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ ബ്രിട്ടീഷുകാർ വരുന്നത്. ആ ബ്രിട്ടീഷുകാരും വന്ന് ഇത് തന്നെ ആരംഭിച്ചു. ഞാൻ വളരെ ഫ്രാങ്കായിട്ട് ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലല്ല, ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ, പ്രത്യേകിച്ച് ഷെക്കിനയെ പോലെയുള്ള ചാനൽ വളരെ ശക്തമായിട്ട് ഫാക്ട്സിനെ മുന്നിൽ വെക്കണം. ആ ഫാക്ട്സിനെ മുന്നിൽ വെക്കുമ്പം അറിഞ്ഞോ അറിയാതെയോ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു ബ്രിട്ടീഷ് സങ്കല്പമുണ്ടോ എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷ് കൺസെപ്റ്റിൻ്റെ അനന്തരാവകാശികളാണോ എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ തെറ്റിദ്ധരിക്കപ്പെടുന്നു. വാസ്തവത്തിൽ കേരളത്തിൽ ക്രൈസ്തവ സഭ സമൂഹത്തിൽ ധാരാളം സ്കൂളുകൾ, കോളേജുകൾ, ധാരാളം അധ്യാപകരെ സൃഷ്ടിച്ചു. ആതുര സേവനത്തിൽ ഇപ്പോൾ നമുക്കറിയാം, തൃശ്ശൂർ, നമ്മൾ സംസാരിക്കുന്നത് തൃശ്ശൂരാണ്. അമല ഹോസ്പിറ്റലായാലും ജൂബിലി മിഷൻ ഹോസ്പിറ്റലായാലും എത്രയോ ആളുകൾക്ക് അവിടെ സഹായം കൊടുക്കുന്നു, പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നു. ഞാൻ തന്നെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ ഫാദറിനെ വിളിക്കാറുണ്ട്. വളരെ സൗകര്യപൂർവ്വം, വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കാറുണ്ട്, വേണ്ട സഹായങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സങ്കല്പം അവിടെ കിടക്കുന്നുണ്ട്. അപ്പം ഇതിനൊരു മാറ്റം വരുത്തണം. ആ മാറ്റം വരുത്തുമ്പോൾ ആമുഖത്തിൽ ആങ്കർ പറഞ്ഞ ഒരു കൺസെപ്റ്റിന് മാറ്റം വരുത്തണം. അതെന്താ? ശ്രീനാരായണ ഗുരുസ്വാമിയുടെ പേരിൽ ഒരു യൂണിവേഴ്സിറ്റി വന്നു. അതുകൊണ്ട് ക്രൈസ്തവ സഭയ്ക്കും വരണ്ടേ? ഈ ചോദ്യമാണ് നമ്മൾ ആദ്യം തിരുത്തേണ്ടത്. ശ്രീനാരായണ ഗുരുസ്വാമിക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ നവോത്ഥാന നായകന്മാർക്കോ ഉണ്ടാവട്ടെ. പക്ഷേ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ സഭകൾ തുടങ്ങിയിട്ടുള്ള ആതുര മേഖലയിലും അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലും എല്ലാം അവർ ചെയ്ത സംഭാവനകളുമായി ബന്ധപ്പെട്ട് അത് ചോദിക്കണം, അത് ചോദിച്ചു മേടിക്കണം. കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ. എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? എന്തുകൊണ്ട് ചോദിക്കുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ അടുത്ത ചോദ്യത്തിൽ ഞാൻ പറയാം.
അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ഉറപ്പായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, ആരും എതിർക്കില്ല, ഒരാളും എതിർക്കില്ല. പ്രത്യേകിച്ച് ഇപ്പം ഞാൻ ചോദിക്കട്ടെ, എയ്ഡഡ് സ്കൂൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എയ്ഡഡ് സ്കൂൾ ആരാ? എയ്ഡഡ് സ്കൂൾ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ സഭയ്ക്കാണ്. 1,25,000 എയ്ഡഡ് അധ്യാപകന്മാർ ആ സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട്, എയ്ഡഡ് സ്കൂളിൽ. പക്ഷെ കഴിഞ്ഞ 15 വർഷമായിട്ട് നിങ്ങളുടെ ക്യാപ്ഷൻ ഉണ്ടല്ലോ, പ്രതിസന്ധിയിലാണോ? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, പ്രതിസന്ധിയിൽ ഇപ്പം അല്ല, പക്ഷെ ക്രൈസ്തവ സഭ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. അതെന്തുകൊണ്ട്? ആ ചോദ്യവും തീർച്ചയായും നമുക്ക് രണ്ടാം ഘട്ടത്തിൽ ആ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. എൻ്റെ ചോദ്യം ഫാദർ റോയ് കണ്ണഞ്ചേരിയിലേക്കാണ്. ഇവിടെ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ വിദേശ മിഷണറിമാരെ കുറിച്ചൊക്കെയുള്ള പല കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അതിന് ഫാദർ റോയ് കണ്ണഞ്ചേരിക്ക് മറുപടി പറയാം. ഒപ്പം എൻ്റെ മുമ്പിലുള്ള ഡേറ്റ ഇങ്ങനെയാണ്. 1864 ആദ്യമായിട്ട് പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന് പറഞ്ഞ ആശയം ഫാദർ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ കൊണ്ടുവന്നത് ഒരു ചരിത്ര സംഭവമായിരുന്നു. 1864 ശ്രീനാരായണ ഗുരുവിൻ്റെ വയസ്സ് 8 അല്ലെങ്കിൽ അയ്യങ്കാളിയുടെ വയസ്സ് 1, ചട്ടമ്പി സ്വാമികളുടെ വയസ്സ് 11. പിൽക്കാലത്ത് കേരള സമൂഹം വളരെയധികം ആദരവോടെ ഇവരെയൊക്കെ കാണുന്നുണ്ടെങ്കിലും നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലൊന്നും വേണ്ടത്ര പ്രാധാന്യം ഫാദർ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന് കൊടുത്തിട്ടില്ലെന്ന് തന്നെയാണ് പൊതുസമൂഹം കരുതുന്നത്. ഫാദർ റോയ് കണ്ണഞ്ചേരിയുടെ പ്രതികരണം. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ 1805 മുതൽ 1871 വരെ കേരളത്തിൽ ജീവിച്ച ഒരു മലയാളിയാണ്. അദ്ദേഹം ഒരു ക്രൈസ്തവ പുരോഹിതനായിരുന്നു, കത്തോലിക്ക സഭയിലെ ക്രൈസ്തവ പുരോഹിതനായിരുന്നു. അദ്ദേഹം ജീവിച്ചു വന്ന കാലത്ത് അദ്ദേഹം നേരിട്ട് അനുഭവിച്ച കാര്യങ്ങൾ, കണ്ട കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെയും വൈദിക ജീവിതത്തിൻ്റെയും പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തിരുത്താനായിട്ട് പരിശ്രമിച്ച ചില കാര്യങ്ങളുണ്ട്. പൊതുസമൂഹത്തെ രൂപപ്പെടുത്താൻ വേണ്ടി നേതൃത്വം നൽകി അദ്ദേഹം രൂപപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ട്. ഇവിടെ ചോദ്യം വന്നിരിക്കുന്നതിൽ കേരളത്തിൻ്റെ പൊതു സമൂഹ നിർമ്മിതിയിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പള്ളിക്കൊരു പള്ളിക്കൂടം പദ്ധതിയുടെ സ്വാധീനം. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ സാറ് സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. കേരളത്തിൻ്റെ പൊതുസമൂഹ രൂപീകരണത്തിൽ മിഷണറിമാരും ക്രൈസ്തവ സഭയും നിസ്തുലമായ പങ്ക് വഹിച്ചു എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അതിൻ്റെ ചരിത്രപരമായ ഒരു പശ്ചാത്തലം ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി സാറ് ആമുഖത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ചാവറേശ്വരനിലേക്ക് വരുമ്പോൾ കത്തോലിക്ക സഭയുടെ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹത്തിന് സാധിക്കുന്ന രീതിയിലുള്ള ഒരു നേതൃത്വം അദ്ദേഹം നൽകി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 1846 അദ്ദേഹം സംസ്കൃത സ്കൂള് സ്ഥാപിച്ചു. ആ സംസ്കൃത സ്കൂളിൽ നമ്മുടെ കുര്യാസ് സാറ് സൂചിപ്പിച്ചതുപോലെ വരേണ്യവർഗത്തിന് മാത്രമാണ് സംസ്കൃതം അഭ്യസിക്കാനായിട്ട് അവസരം ലഭിച്ചത്. അപ്പോൾ എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന ക്രൈസ്തവ കാഴ്ചപ്പാട്, ദൈവമക്കളാണ് എല്ലാ മനുഷ്യരും, ഏത് ജാതിയിലാണെങ്കിലും മതത്തിലാണെങ്കിലും എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്, അതുകൊണ്ട് തന്നെ സഹോദരങ്ങളാണ്. ആ ഒരു സാഹോദര്യം സമൂഹത്തിൽ സംജാതമാകണം, എങ്കിൽ മാത്രമേ അതൊരു പൊതുസമൂഹമായി മാറുകയുള്ളൂ. അല്ലെങ്കിൽ അത് ജാതി സമൂഹവും മതസമൂഹവും വർഗസമൂഹവും ഒക്കെ ആയിട്ട് മാറും. അപ്പോൾ 1806 മുതൽ ക്രൈസ്തവ മിഷണറിമാർ നമ്മുടെ കേരളത്തിലും കേരളത്തിൻ്റെ പരിസരങ്ങളിലുമൊക്കെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കത്തോലിക്ക സഭയിൽ 1864 ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ കേരള സഭയുടെ വികാരി ജനറൽ ആയിരിക്കുന്ന സമയത്ത് മെത്രാപ്പോലീത്തയായ ബെർണദീനോസ് ബെച്ചിനെല്ലി പിതാവിൻ്റെ കൽപ്പനയനുസരിച്ച് അദ്ദേഹം എല്ലാ പള്ളികളോടുമൊപ്പം പള്ളിക്കൂടം നിർമ്മിക്കാനായിട്ട് കൽപ്പന പുറപ്പെടുവിക്കുകയുണ്ടായത്.
അന്ന് കേരളത്തിൽ ഏകദേശം 200-നടുത്ത് പള്ളികളുണ്ട് കത്തോലിക്ക സഭയ്ക്ക്. ആ പള്ളികളുടെ എല്ലാം മുറ്റത്ത് പള്ളിക്കൂടങ്ങൾ പണിയാനായിട്ട് ആവശ്യപ്പെട്ടു. വളരെ അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. അതുകൊണ്ട് നിരവധി വൈദികർ അതിനെ എതിർക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം അംശമുടക്ക് എന്നൊരു കൽപ്പന പുറപ്പെടുവിച്ചു. അതായത് പള്ളിക്കൂടം പണിയാൻ പറ്റാത്ത പള്ളികളിൽ കുർബാന ചെല്ലാനായിട്ടുള്ള അനുവാദം അദ്ദേഹം നിരസിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുർബാന ചെല്ലരുതെന്നല്ല, ഏത് വിധേനയും എത്ര അധ്വാനിച്ചാലും പള്ളിയുടെ മുറ്റത്ത് പള്ളിക്കൂടം ഉണ്ടാകണം. ആ പള്ളിക്കൂടത്തിൽ ആ പള്ളിയുടെ പരിസരങ്ങളിലുള്ള എല്ലാ മതസ്ഥരായിട്ടുള്ള മക്കളും വിദ്യ അഭ്യസിക്കാൻ വരണം. അങ്ങനെ കത്തോലിക്ക ദേവാലയങ്ങളുടെ പരിസരങ്ങളിൽ എല്ലാ മതസ്ഥരായിട്ടുള്ള മക്കളും ഒരുമിച്ച് ചേർന്ന് വിദ്യ അഭ്യസിക്കുന്ന ഒരു സമൂഹ നിർമ്മിതി രൂപപ്പെടുകയാണ് 1864 അന്ന്. പക്ഷേ കേരളത്തിൽ ഭരണ സംവിധാനത്തിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള എല്ലാ മതസ്ഥരായിട്ടുള്ള മക്കളും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള പള്ളിക്കൂടങ്ങളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കത്തോലിക്ക സഭയുടെ ദേവാലയങ്ങളിലും ക്രൈസ്തവ സഭകളുടെ മറ്റ് ദേവാലയങ്ങളുടെയും മുറ്റങ്ങളിൽ ഇത്തരത്തിലുള്ള എല്ലാ മതസ്ഥർക്കും വേണ്ടിയുള്ള പള്ളിക്കൂടങ്ങൾ രൂപപ്പെടുകയാണ്. അത് കേരളത്തിൻ്റെ പൊതുസമൂഹ നിർമ്മിതിയിൽ എല്ലാ മതസ്ഥരും അടുത്തടുത്ത് ഒരു ബെഞ്ചിലിരിക്കുന്ന ഒരു കാഴ്ച ഇന്ന് നമുക്കത് അപരിചിതമല്ല. കാരണം ഇന്നത്തെ കേരളം ആ ഒരു സംസ്കാരത്തിൻ്റെ തുടർച്ചയിൽ പൊതുവിദ്യാഭ്യാസം ഏറ്റവും ആഘോഷമായി കൊണ്ടാടുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ ചാവറ പിതാവിൻ്റെ നേതൃത്വത്തിൽ ബെർണദീനോസ് മെച്ചിനെല്ലി പിതാവിൻ്റെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചാവറ പിതാവ് 1864 ആരംഭിച്ച ഈ ഒരു പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം അത് കേരളത്തിൻ്റെ സാമൂഹിക നിർമ്മിതിയിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. തീർച്ചയായും. ഡോക്ടർ കുര്യാസിലേക്കാണ് എൻ്റെ അടുത്ത ചോദ്യം. നമ്മൾ സാംസ്കാരിക നായകരെയും നവോത്ഥാന നായകരെയൊക്കെ നമ്മൾ പഠിക്കുക പാഠപുസ്തകങ്ങളിൽ നിന്നാണ്. എന്നാൽ വളരെയധികം കൃത്യമായിട്ട് പാഠപുസ്തകങ്ങളിലൊക്കെ പലപ്പോഴും ഇത്തരം മിഷണറി സംഭാവനകളും അല്ലെങ്കിൽ ചാവറയച്ചനെ പോലുള്ള വിദ്യാഭ്യാസ വിവക്ഷകരുടെ സംഭാവനകളൊന്നും വേണ്ടത്ര രീതിയിൽ പ്രാധാന്യം അർഹിക്കുന്ന വിധത്തിൽ പ്രകാശിക്കപ്പെടുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? ഇപ്പൊ പറഞ്ഞതൊരു ചരിത്രപരമായ യാഥാർത്ഥ്യം തന്നെയാണ്. നമ്മുടെ പാഠപുസ്തകങ്ങളിലൂടെ ശ്രീനാരായണ ഗുരു തുടങ്ങിയ ഏതാനും നവോത്ഥാന നായകരെ അല്ലാതെ ഒട്ടേറെ മറ്റ് നവോത്ഥാന നായകരെ പരിചയപ്പെടാനുള്ള അവസരം നമ്മുടെ കുട്ടികൾക്ക് ലഭിച്ചിട്ടില്ല. അക്കൂട്ടത്തിൽ പെടുന്നതാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസ്. അച്ഛൻ കേരളത്തിന് നവോത്ഥാനത്തിന് നൽകിയ സംഭാവനകൾ വളരെ സമീപകാലത്താണ് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ചർച്ചയ്ക്ക് വിഷയമായിട്ടുള്ളൂ. ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ചാവറയച്ചനാണ്. അതേപ്പറ്റി അഭിപ്രായ വ്യത്യാസമുള്ളവർ വേറെ കാണും. ഇവിടെ റോയിയച്ചൻ പറഞ്ഞ ബാച്ചുനെല്ലി പിതാവ് തന്നെയാണ് ആദ്യമായിട്ട് കത്തോലിക്ക സമൂഹത്തിൽ പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം ഉണ്ടാകണം എന്ന നിർദ്ദേശം നൽകിയത് എന്ന് ഏതാനും ചരിത്രകാരന്മാര് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് ചാവറയച്ചന്റെ 1865 ആ സർക്കുലറിന് തൊട്ട് മുമ്പാണ്. അതെന്തോ ആയിക്കൊള്ളട്ടെ, ഇവിടെ ഈ നവോത്ഥാന നായകരെ എന്തുകൊണ്ട് പഠിക്കാൻ കഴിയാതെ പോയി, എന്തുകൊണ്ട് പൊതു ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടാതെ പോയി എന്നുള്ളത് ആരെയെങ്കിലും വളരെ ബോധപൂർവകമായ ഒരു തമസ്കരണത്തിന്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണെന്ന് എൻ്റെ ചരിത്ര ബോധം എനിക്ക് പറഞ്ഞു തരുന്നില്ല. അത് പല തലങ്ങളിലുള്ള വീഴ്ചയാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് മനാനത്ത് നിന്ന് ഇറങ്ങിയ ഒരു ചാവറ സ്മരണികയില് എ ശ്രീധരമേനോനും പി ഗോവിന്ദപിള്ളയും എഴുതിയ ലേഖനങ്ങളിൽ അവര് ചൂണ്ടിക്കാണിച്ച ഒരു വസ്തുതയുണ്ട്. ചാവറയച്ചന്റെ ഈ നിർണായകമായ സംഭാവനകളെ പറ്റി ഞങ്ങൾക്ക് നേരത്തെ അറിയാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ ഞങ്ങളുടെ ചരിത്ര രചനകളിൽ അവ ഉൾപ്പെടുത്തുമായിരുന്നു എന്നാണ്.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ബോധപൂർവകമായ ഒരു തമസ്കരണം അതിലുണ്ടായി എന്ന് പറയണ്ട. ഈ ചരിത്രകാരന്മാരുടെ ശ്രദ്ധയിൽ ചാവറയച്ചന്റെ സംഭാവനകളെ കൊണ്ടുവരാൻ നമുക്ക് കഴിയാതെ പോയി എന്നുള്ളതാണ്. സമീപകാലത്ത് അതിനെ മാറ്റം വന്നിരിക്കും. അപ്പൊ ഈ നവോത്ഥാന നായകരിപ്പോ മാർത്തോമാ സഭയുടെ സ്ഥാപകനായ പാലക്കുന്നത്ത് അബ്രാഹം മൽപ്പാൻ തന്റെ അനുയായികൾക്ക് ആദ്യം കൊടുത്ത ഒരു നിർദ്ദേശം, അദ്ദേഹത്തിന്റെ കാലം ചാവറയച്ചന് മുമ്പാണ്, വൈകുണ്ഠസ്വാമികൾക്ക് മുമ്പാണ്. അദ്ദേഹം കൊടുത്ത ഒരു നിർദ്ദേശം പ്രാർത്ഥനാമുറികൾ ഇടവകകളാണ്. പ്രാർത്ഥനാമുറികൾ തോറും ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം എന്നായി. അങ്ങനെ നിർദ്ദേശം പാലക്കുന്നത്ത് അബ്രഹാം മൽപ്പാന്റെ ചരിത്രവും ഇവിടെ പൊതു ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നുള്ളത്. അതിന്റെ കാരണവും തമസ്കരണമാണ് എന്ന് പറയാൻ എൻ്റെ ചരിത്രബോധം എന്നെ അനുവദിക്കുന്നില്ല. അത് പൊതു ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിയാതെ പോയതുകൊണ്ടും ഇവിടെ നടന്ന ചരിത്രപരമായ ഗവേഷണങ്ങളുടെ അപാകതകൾ കൊണ്ടും സംഭവിച്ചു പോയതാണ്. ഞാൻ അതോടൊപ്പം വേറൊരു വസ്തുത കൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഇവിടെ ഗോപാലകൃഷ്ണൻ സൂചിപ്പിച്ച ചില വസ്തുതകളുണ്ട്. മിഷണറിമാര് മതപരിവർത്തനവും ലക്ഷ്യം വച്ചിരുന്നു എന്നതാണ്. അതിനെ അവരെ കുറ്റപ്പെടുത്താനൊക്കെയല്ല. ലോകത്തെ എല്ലാ മതങ്ങളും അവരുടെ സമൂഹത്തിലേക്ക് പുതിയ അനുയായികളെ ചേർക്കാൻ വേണ്ടിയുള്ള മിഷണറി പ്രവർത്തനങ്ങൾ പണ്ട് മുതലേ നടത്തി പോന്നിട്ടുണ്ട്. നമ്മൾ അതിനെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ കേരളത്തിൽ നടന്നിട്ടുള്ള മിഷണറിമാരുടെ പ്രവർത്തനത്തിന്റെ മറ്റൊരു മുഖം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു കാര്യം, ഈ ദൈവാലയം എന്ന് പറയുന്നത് ക്രൈസ്തവരുടെ ആധ്യാത്മിക കേന്ദ്രമാണ്, അവരുടെ ആധ്യാത്മിക കർമ്മങ്ങളുടെ കേന്ദ്രമാണ്. അതേസമയം ആ ദൈവാലയം ഒരു ഇടവക ദൈവാലയം എന്ന് മാറിക്കഴിയുമ്പോൾ അതിൻ്റെ ഡൈമെൻഷന് മാറ്റം വരുന്നു. ദൈവാലയം അതിൻ്റെ ഉള്ളിൽ ആരാധനാ കേന്ദ്രമായിരിക്കെ അത് അതിൻ്റെ വെളിയിൽ സാമൂഹിക സംരംഭങ്ങൾക്കുള്ള ഒരു പൊതുവായ ഇടമാണ്. അത് എങ്ങനെ എന്ന് ചോദിച്ചാല് നമ്മുടെ 1960 മുതലൊക്കെയുള്ള കുടിയേറ്റ പ്രദേശങ്ങളിലെ വികസനമൊക്കെ ശ്രദ്ധിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ കഴിയും. ഏതാനും ക്രൈസ്തവ കുടുംബങ്ങളെ ഒരു സ്ഥലത്ത് വന്നുകൂടുന്നു. കുറച്ച് കഴിയുമ്പോൾ അവരുടെ ആധ്യാത്മിക കാര്യങ്ങൾക്ക് വേണ്ടി ഒരു വൈദികന്റെ സഹായം തേടുന്നു. ആ വൈദികൻ വന്നു കഴിയുമ്പോൾ അവർ പറയുന്നു, നമുക്ക് ഇവിടെ ഒരു പള്ളി വേണം. അങ്ങനെ അവിടെ ഒരു ദൈവാലയം ഉണ്ടാകുന്നു. ദൈവാലയം ഉണ്ടായി കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തോന്നുന്നു, നമ്മുടെ കുട്ടികൾക്കൊക്കെ പഠിക്കണ്ടേ, നമുക്കൊരു വിദ്യാലയം വേണമല്ലോ. അതെ, ആവട്ടെ, ആ ഇടവക വികാരിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ഇടവക ജനങ്ങളുടെ കൂട്ടായ്മയിൽ അവിടെ ഒരു വിദ്യാലയം ഉണ്ടാകുന്നു. ആ വിദ്യാലയം വന്നു കഴിയുമ്പോൾ ആളുകൾക്ക് തോന്നി കുട്ടികളുടെ കാര്യമൊക്കെ നോക്കാൻ, കുട്ടികളെ ആധ്യാത്മിക വിഷയങ്ങളൊക്കെ പഠിപ്പിക്കാൻ കന്യാസ്ത്രീകളൊക്കെ വന്നാൽ നന്നായിരിക്കും. അപ്പോൾ ഒരു കന്യാലയം അവിടെ ഉണ്ടാകുന്നു, ഒരു കന്യകാലയം ഉണ്ടാകുന്നു. ഈ കന്യകാലയം കൂടെ വന്നു കഴിയുമ്പോൾ ഇവർക്ക് തോന്നുകയാണ്, നമ്മൾ ഇങ്ങനെ പോയാൽ പോരാ, നമ്മുടെ ആളുകൾക്കൊക്കെ രോഗം വരുമ്പോൾ അതിനൊക്കെ ചികിത്സിക്കാനുള്ള ഒരു സംവിധാനം വേണ്ടേ, ശരി നമുക്കൊരു ആതുരാലയം ഉണ്ടാക്കണം എന്നായി. അങ്ങനെ ഒരു ആതുരാലയം ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ തോന്നി, ഈ സമൂഹത്തിലെ അനാഥരായ കുട്ടികളും മറ്റുമൊക്കെ ഉണ്ടല്ലോ, അവരെ സംരക്ഷിക്കാനൊക്കെ നമുക്കൊരു സംവിധാനം വേണ്ടേ, നമ്മുടെ ക്രൈസ്തവമായ വീക്ഷണം അങ്ങനല്ലേ, ശരി അങ്ങനെ ആയിക്കോട്ടെ, ഒരു അനാഥാലയം ഉണ്ടാകുന്നു. ഈ അനാഥാലയം ഉണ്ടായി കഴിയുമ്പോൾ ഇതാ മാതാപിതാക്കളെ, വൃദ്ധരായ ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ വരുന്നു. അവരെ സംരക്ഷിക്കാനുള്ള ഒരു ഇടം കൂടി നമുക്ക് ഉണ്ടാക്കിക്കൂടെ, ഒരു വൃദ്ധമന്ദിരം, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആലയം എന്ന വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു വൃദ്ധാലയം കൂടി അവിടെ ഉണ്ടാകുന്നു. ഇങ്ങനെ ഇത്തരത്തിലുള്ള ആലയങ്ങളിലൂടെ വാസ്തവത്തിൽ സംഭവിച്ചത് സമൂഹത്തിന്റെ എന്താണ് അതിന്റെ ഉന്നതിയാണ്, സാമൂഹിക നീതിയുടെ വാസ്തവത്തിലുള്ള പ്രായോഗികമായ നടപ്പാക്കലാണ്, അതിന്റെ അനുഭവ മേഖലയിലേക്ക് പൊതുസമൂഹത്തെ കൂട്ടിക്കൊണ്ടുപോകലാണ്. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ ഇതിനനുബന്ധമായിട്ട്. ഇവിടെ ഗോപാലകൃഷ്ണൻ പറഞ്ഞ ആ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. അതിനോട് അനുബന്ധിച്ച് തന്നെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ്. അച്ഛൻ അത് ഒന്ന് സൂചിപ്പിച്ചു, അതിന്റെ പശ്ചാത്തലം, ചരിത്ര പശ്ചാത്തലം പറയാതെ. ഇവിടെ ഈ മനുഷ്യരെല്ലാവരും തുല്യരാണ്, അവര് തുല്യമായി ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ ആദ്യമായിട്ട് കേരള സമൂഹത്തോട് പറഞ്ഞത് 1599 ഉദയംപേരൂരിൽ നടന്ന ആ സൂനകദോസാണ് എന്നുകൂടി ഒന്ന് ഓർക്കേണ്ടതുണ്ട്. ആ സൂനകദോസിന്റെ കാനോനുകളിലെ ഒരു വാക്യം ഇങ്ങനെയാണ്:
പിന്നെ എളിയവനെന്നും പെരിയവനെന്നും ഇല്ല, അച്ഛനെന്നും ചെറുക്കനെന്നും ഇല്ല, നല്ല കൊലമെന്നും തണ്ണിയ കൊലമെന്നും ഇല്ല, എല്ലാവരും തമ്പുരാന്റെ മുമ്പിൽ തുല്യരാണ് എന്നതാണ്. ഈ സാർവമാനവികതയുടെ ഈ ഒരു ആശയം ഇവിടെ ആദ്യമായി അവതരിപ്പിച്ചത് ഈ സൂനകദോസാണ് എന്നുള്ളത് ചരിത്രപരമായ ഒരു വസ്തുതയാണ്. ഒപ്പം തീണ്ടലും തൊടിയിലും പാടില്ല എന്നും ഈ ജാതിപരമായ ഉച്ച നീചത്വങ്ങൾ സമൂഹത്തിൽ നിന്ന് ഉച്ചാടനം ചെയ്യപ്പെടേണ്ടതാണ് എന്നുമൊക്കെ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ആ സൂനകദോസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കൾച്ചർ കൂടി നമ്മുടെ ഇവിടുത്തെ ക്രൈസ്തവ മിഷണറിമാരുടെ, വിദേശ മിഷണറിമാരുടെയും നാട്ടു മിഷണറിമാരുടെയും വിദ്യാഭ്യാസ സംബന്ധവും മറ്റുമായ പ്രവർത്തനങ്ങൾക്ക് പ്രചോദകം ആയിരുന്നിട്ടുണ്ട് എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോ സമൂഹത്തിൽ സാമൂഹിക നീതി നടപ്പാക്കുന്നതിന്, സമൂഹത്തിന്റെ സാംസ്കാരികമായ ഉന്നമനം ഉറപ്പാക്കുന്നതിന്, സമൂഹത്തിന്റെ വൈജ്ഞാനികമായ വളർച്ച, അതിന് പുതിയ ദിശാബോധം നൽകുന്നതിന്, അങ്ങനെ സമൂഹത്തെ മൊത്തത്തിൽ ആധുനികവൽക്കരിക്കുന്നതിനും പരിഷ്കൃത സമൂഹമാക്കി പരിവർത്തിപ്പിക്കുന്നതിനും ഇവിടെ അടിസ്ഥാനമിട്ടത് ഈ ക്രൈസ്തവ മിഷണറിമാരുടെയും നാട്ടു മിഷണറിമാരുടെയും പ്രവർത്തനങ്ങൾ കൂടിയാണ്. അത് മാത്രമാണെന്നല്ല പറയുന്നത്, അതുകൂടിയാണ് എന്ന വസ്തുത നമ്മൾ മറക്കരുത്. തീർച്ചയായും ഇവിടെ ഈ നമ്മുടെ ചർച്ചയിലൊക്കെ ഉയർന്നു വന്നത് ഈ ഒരു ക്രൈസ്തവ മിഷണന്മാരുടെയും നവോത്ഥാന നായകരുടെയും ഒക്കെ വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകളെ കുറിച്ചാണ് നമ്മൾ പറയുക. അത്രയും ഒരു പാരമ്പര്യം കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് ഉണ്ടെങ്കിൽ പോലും നിലവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, എങ്ങനെയാണ് ഈ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കുള്ള സ്കോളർഷിപ്പുകൾ പോലും നമ്മുടെ നാട്ടിൽ വിതരണം ചെയ്യപ്പെടുന്നത് കൂടി നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? ഉദാഹരണം, ഒരു സമുദായത്തിനാണ് 80% ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ റിസർവ് ചെയ്യപ്പെട്ടിരിക്കുക. ഇത്തരത്തിലുള്ള ഒരു അസന്തുലിതാവസ്ഥ നമ്മുടെ നിലവിലുള്ള ഈ സ്കോളർഷിപ്പ് വിതരണത്തിൽ പോലും ഉണ്ട്. സോ എൻ്റെ ചോദ്യം അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനോടാണ്. ഇത്തരത്തിലുള്ള വേർതിരിവുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നു, അതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് അതിനൊക്കെ നമ്മൾ ഉത്തരം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അതിനൊക്കെ എത്രത്തോളം മാറ്റങ്ങളാണ് ക്രിയാത്മകമായി നമുക്ക് ഇടപെടാൻ സാധിക്കുന്നത്? വളരെ നല്ല ചോദ്യമാണ്. തീർച്ചയായിട്ടും ഞാൻ അതിന് ഉത്തരം പറയാം ആസ് എ പൊളിറ്റീഷ്യൻ. പക്ഷെ ഒരു ചരിത്ര വിദ്യാർത്ഥി നിലയിൽ മറ്റ് രണ്ടുപേർ സംസാരിച്ചതിലെ 2 പോയിന്റ് ഒന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. അതിലെ ഒന്ന്, നമുക്കെല്ലാവർക്കും അറിയാം, ചവറാച്ചൻ, പള്ളിയോടൊപ്പം പള്ളിക്കൂടം, ആ കൺസെപ്റ്റ് തീർച്ചയായിട്ടും അത് അംഗീകരിക്കപ്പെടേണ്ടതാണ്. ദിവ്യമായിട്ടുള്ള ആ ഈശ്വര ശേഷിയുള്ള സങ്കല്പമുള്ള ചവറാച്ചൻ്റെ പേരിൽ കേരളത്തിൽ ഒരു സർവകലാശാലയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ ഒക്കെ വന്ന് ആ ഓർമ്മയെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് അനിവാര്യം തന്നെയാണ്. അതിനകത്തൊരു സംശയവുമില്ല. പക്ഷെ എന്തുകൊണ്ട് വരുന്നില്ല? എന്തുകൊണ്ട് ഇതുവരെ വന്നില്ല? എന്തുകൊണ്ടാണ് നിങ്ങളിവിടെ ചർച്ച സംഘടിപ്പിച്ചത്? ഞാൻ ആ കാര്യം അത് ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനാണ്. അത് ഞാൻ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനായിട്ട് പറയാം. ആദ്യത്തെ കാര്യം ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നതിലുള്ള ഒരു ഹിസ്റ്റോറിക്കൽ പോയിന്റ്സാണ്. നേരത്തെ മിസ്റ്റർ കുര്യാക്കോസ് അദ്ദേഹം പറഞ്ഞു ചരിത്രത്തിൽ ഇടം നേടിയില്ല. അതൊരു പക്ഷേ ബോധപൂർവമല്ല. ഞാൻ പറയുന്നത് ബോധപൂർവമാണ്. ബോധപൂർവമാണ് ഇടം നേടാതിരുന്നത്. എന്തുകൊണ്ടാണ് ബോധപൂർവം ഇടം നേടാതിരുന്നത്? അതും ചരിത്രത്തിലേക്ക് പോകണം. ഒരു കാര്യം. രണ്ടാമത്തത്, അങ്ങ് പറഞ്ഞു സവർണ മേധാവിത്വവും ജാതിമത ചിന്തകളും ജാതി ചിന്തകളും ഐത്തവും അനാചാരവും. കുര്യാക്കോസച്ചൻ ചരിത്രം നന്നായി പഠിച്ചിട്ടുണ്ടല്ലോ. പൊയ്കയിൽ കുമാരഗുരുവിനെ അങ്ങേക്കറിയാലോ. പൊയ്കയിൽ കുമാരഗുരു വളരെ വളരെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളായിരുന്നു. അദ്ദേഹം മതം മാറി ക്രൈസ്തവനായി. പള്ളിയും പള്ളിക്കൂടവും അദ്ദേഹം ഏറ്റുചൊല്ലി. പക്ഷെ അതേ കുമാരഗുരു ക്രൈസ്തവ സഭ വിട്ടു. അതെന്താ കാരണം? ക്രൈസ്തവ സഭയിൽ അങ്ങേയറ്റത്തെ ജാതിയിൽ ഏറ്റവും താഴ്ന്ന നിലയിൽ നിന്ന കുമാരഗുരു ക്രൈസ്തവ സഭ വിടാൻ എന്താ കാരണം എന്നുള്ളത് അങ്ങേക്കറിയാമെന്ന് എനിക്കറിയാം. അവിടെയും ഐത്തമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതായത് നായര് ബ്രാഹ്മണൻ കൺവെർട്ട് ചെയ്ത് ക്രിസ്ത്യാനിയായാൽ അവൻ ഒരു പ്രത്യേക ക്രിസ്ത്യാനി, പട്ടികജാതിക്കാരൻ കൺവെർട്ട് ചെയ്ത് ക്രിസ്ത്യാനിയായാൽ അവൻ വേറൊരു ജാതി. അതിൻ്റെ പേരിലാണ് കുമാരഗുരു
ക്രൈസ്തവ സഭ വിടുമ്പോൾ അദ്ദേഹം ചെയ്തത് എന്താണെന്ന് അറിയാലോ, ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ബോധപൂർവമാണ് ഇതുണ്ടായത്. അതെന്തുകൊണ്ട്? ചവറച്ചൻ്റെ കാര്യത്തിൽ മാത്രമല്ല കുര്യാക്കോ സാർ. ഈ നാട്ടിൽ ശങ്കരാചാര്യരെ പഠിപ്പിക്കുന്നുണ്ടോ? വേണ്ടത്ര രീതിയിൽ ശ്രീനാരായണ ഗുരുസ്വാമിയെ പഠിപ്പിക്കുന്നുണ്ടോ? ഇപ്പം ഈ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? EM നമ്പൂതിരിപ്പാട്. അദ്ദേഹത്തിൻ്റെ ചരിത്ര പുസ്തകമുണ്ട്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. അതിലൊരു പേരാണ്, ഒരു വരിയാണ് ഒരു പേജിൽ, അതും ശ്രീനാരായണൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇനി ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ എന്താ? വളരെ വികൃതമായിട്ട് ഇവിടുത്തെ ഈശ്വരന്മാരെയും ദൈവസങ്കല്പവും ഒക്കെ വികൃതമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നത് ബോധപൂർവമാണെന്ന് പറയാൻ കാരണം, ആരാണ് ഇന്ത്യയുടെ ചരിത്രം എഴുതിയത്? ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നുള്ളത് എനിക്കറിയാം, ചരിത്രം എഴുതിയത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാർ എഴുതിയ ചരിത്രം മാറ്റാൻ നാളിതുവരെ ഇന്നും സ്റ്റിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്താണ് ഈ ചരിത്രം മാറ്റണം എന്ന് പറഞ്ഞത്. പക്ഷേ ഇന്നും ചരിത്രം മാറ്റിയിട്ടില്ല. എന്താണ് ചരിത്രം? 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുടെ പുസ്തകം എടുത്ത് വായിക്കൂ. അതിൽ ആര്യന്മാർ എവിടുന്ന് വന്നതാ? മധ്യേഷ്യയിലെ ലുഫ്താനിയയിൽ നിന്ന്. 2ാമത്തെ ചാപ്റ്റർ ദ്രാവിഡന്മാർ എവിടുന്ന് വന്നതാ? ആഫ്രിക്കയിലെ മെഡിറ്ററേനിയൻ പ്രദേശത്ത് നിന്ന്. അപ്പോൾ ഭാരതമോ? കുരങ്ങന്മാർ ചാടിക്കളിച്ച് നടന്ന സ്ഥലമാണ്. ഇതായിരുന്നല്ലോ ചരിത്രം. ആര്യനെയും ദ്രാവിഡൻ്റെയും ചരിത്രം ഇന്നും ഉണ്ടല്ലോ, മാറ്റിയിട്ടില്ലല്ലോ. എന്തുകൊണ്ട് മാറ്റിയില്ല? അവിടെയാണ് ഇന്ത്യനൈസേഷൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ്റെ ആ യാത്ര മടങ്ങി വരുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു സംഭവം, അതൊന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൃതികളിൽ അതൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, അവിടെയാണ് വളരെ ഗൗരവമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പ്രതിസന്ധിയിലേക്ക് പോകുന്നു ക്രൈസ്തവ സഭ എന്ന് ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് അവിടെയാണ്. ഇന്ന് പ്രതിസന്ധിയൊന്നുമില്ല. ഇന്ന് ക്രൈസ്തവ സഭ തീരുമാനിച്ചാൽ പ്രതിസന്ധിയൊന്നുമില്ല. പക്ഷെ പ്രതിസന്ധിയിലേക്ക് ക്രൈസ്തവ സഭ പോകും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി വിൽക്കുന്നതാരാ? നിങ്ങൾ അന്വേഷിക്കുക. ഭൂമി മേടിക്കുന്നതാരാ? നിങ്ങൾ അന്വേഷിക്കുക. ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതാരാ? നിങ്ങൾ അന്വേഷിക്കുക. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റമാണ് കേരളത്തിൽ. എന്താ കാരണം? നേരത്തെ അവതാരകൻ ചോദിച്ചില്ലേ, 80% ഒരു പ്രത്യേക മതത്തിലേക്ക് പോകുന്നു. എന്താണ് സാർ കാരണം? ഈ നാട്ടിൽ പട്ടിണി കിടക്കുന്നു പാവപ്പെട്ടവർ. ക്രൈസ്തവൻ്റെയും ഹിന്ദുവിൻ്റെയും പണം, ക്രൈസ്തവ സഭ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് പറയുന്നത്, ക്രൈസ്തവൻ്റെയും ഹിന്ദുവിൻ്റെയും പണം നികുതിയായിട്ട് നാം കൊടുക്കുന്നു. ഖുർആൻ പഠിപ്പിക്കാൻ മാത്രം എത്ര കോടിയാണ് ചിലവാക്കുന്നത്? എത്ര കോടിയാണ് ചിലവാക്കുന്നത് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം? എന്തേ ബൈബിള് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് ചോദിച്ചുകൂടാ? എന്തുകൊണ്ട് രാമായണം പഠിപ്പിക്കാൻ കിട്ടുന്നില്ല? ഇതൊരു അടിസ്ഥാനപരമായ ചോദ്യമല്ലേ? 1,21,000 മദ്രസ അധ്യാപകന്മാർക്ക് 8,000 രൂപ ശമ്പളമുണ്ട്. അവിടെ പഠിപ്പിക്കുന്നത് എന്താ? അവിടെ പഠിപ്പിക്കുന്നത് അറബിയാണ്, അവിടെ പഠിപ്പിക്കുന്നത് ഇസ്ലാം മതമാണ്. ഇതെന്താ ചോദിക്കാത്തത്? ഇത് ചോദിക്കാൻ ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു ക്രൈസ്തവ MLA രംഗത്ത് വന്നിട്ടുണ്ടോ? ഇത് ചോദിക്കുന്നത് ഞങ്ങളാ. ഞങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് BJP ആണ്. അവിടെയാണ് പൊളിറ്റിക്സ് വരുന്നത്. എന്താണ് ക്രൈസ്തവ സഭയുടെ പൊളിറ്റിക്സും ഇസ്ലാം സഭയുടെ പൊളിറ്റിക്സിൻ്റെയും പ്രത്യേകത എന്താ? ഞാൻ ഹിന്ദു സമൂഹത്തിൻ്റെ പൊളിറ്റിക്സിനെ കുറിച്ച് പറയുന്നില്ല, കാരണം അവർക്ക് പൊളിറ്റിക്സ് ഇല്ല. ആര് വന്നാലും ആരാണോ അപ്പം കാണുന്നത് അവർക്ക് വോട്ട് ചെയ്യും. പക്ഷേ ദ പൊളിറ്റിക്കലൈസേഷൻ ഓഫ് കമ്മ്യൂണിറ്റി, അതാണ് ഇസ്ലാം. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്നത് ഓരോന്നും, കള്ളക്കടത്ത് നടത്തിയാൽ പോലും ഖുർആൻ്റെ മറവില്ല, ഖുർആൻ കൊണ്ടുവന്നു. അപ്പോൾ ഓരോ കാര്യങ്ങളെക്കുറിച്ചും അവർ മുന്നോട്ട് വെക്കുന്നത് ആ ഇസ്ലാം എന്ന സമൂഹത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് കോളേജുകൾ കൂടുന്നു, ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടുന്നു, അതുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കാൻ പൈസ കൊടുക്കുന്നു. ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ MLA ആർക്കാ? സമീപകാലത്ത്, ഇന്നത്തെ കണക്ക് നോക്കണം, സമീപകാലത്ത് ക്രൈസ്തവ സഭയ്ക്കാണ്, ക്രൈസ്തവരായിട്ടുള്ള MLA-മാരായിരുന്നു കൂടുതൽ. ഞാൻ ചോദിക്കട്ടെ, ക്രൈസ്തവ സഭയുടെ പൊളിറ്റിക്സ് എന്താ? അല്ലെങ്കിൽ ഈ MLA-മാരുടെ പൊളിറ്റിക്സ് എന്താ? പൊളിറ്റിക്സ് ഓഫ് പേഴ്സണാലിറ്റിയാണ്. അവിടെ പൊളിറ്റിക്സ് ഓഫ് കമ്മ്യൂണിറ്റിയാണ്. ഇത് തമ്മിലുള്ള അന്തരമുണ്ട്. അതുകൊണ്ട് പൊളിറ്റിക്സ് ഓഫ് കമ്മ്യൂണിറ്റി ആവണം. അതാക്കാൻ പറ്റുമോ? അങ്ങനെ വരുമ്പോൾ ക്രൈസ്തവ സഭയുടെ വോട്ട് മുഴുവനും കൈപ്പത്തിക്ക് പോകുന്നു എന്ന ചിന്ത മാറ്റണം. ക്രൈസ്തവ സഭയുടെ വോട്ട് മുഴുവനും ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് പോകുന്നു എന്നുള്ളത് മാറ്റണം. അതിനപ്പുറത്ത് ക്രൈസ്തവ സഭയെ സംരക്ഷിക്കുന്നവർക്കായിരിക്കണം വോട്ട്. ഞാൻ ചോദിക്കട്ടെ, CAA ഇന്ത്യയിൽ വന്നില്ലേ? നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന ഇന്ന് പാകിസ്ഥാനിൽ ഒരാളെ തൂക്കിക്കൊല്ലാൻ പോവാ. ആരെയാ? ഒരു ക്രിസ്ത്യാനിയെ. ഇന്ന് ആ ക്രിസ്ത്യാനിക്ക് ഇന്ത്യയിൽ വന്നാൽ, ഞാൻ ക്രിസ്ത്യാനി എന്നുള്ള വാക്കിനെ ഉപയോഗിക്കുന്നത്, ആ ക്രിസ്ത്യാനിക്ക് ഇന്ത്യയിൽ വന്നാൽ ഇന്ത്യയിൽ പൗരത്വം കൊടുക്കാം.
ആ പൗരത്വ ബില്ലല്ലേ CAA? എന്തിനാണ് ഇവിടുത്തെ പല ക്രൈസ്തവ MLA-മാരും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ രംഗത്ത് വന്നത്? ക്രൈസ്തവ സമൂഹത്തിന് കിട്ടേണ്ടതായിട്ടുള്ള പൗരത്വം ഇന്ന് തൂക്കിക്കൊല്ലാണ്. ഇന്ന് ആ പൗരത്വം മോദി സർക്കാർ കൊണ്ടുവരുമ്പം ആ മോദിയോടുള്ള വിരോധം കാണിക്കുന്നു, രാഷ്ട്രീയ വിരോധം കാണിക്കുന്നു. അവിടെ ഞാൻ പറഞ്ഞത് ഈ പൊളിറ്റിക്സ് ഓഫ് പേഴ്സണാലിറ്റി, മറ്റത് പൊളിറ്റിക്സ് ഓഫ് കമ്മ്യൂണിറ്റി. ആ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഭയങ്കരമാണ്. ഇനി ഞാൻ ഓരോ ഉദാഹരണങ്ങൾ എടുക്കാം. ഈസ്റ്റർ ദിവസത്തിൽ ശ്രീലങ്കയിൽ ബോംബ് പൊട്ടിയില്ലേ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇവിടെ പ്രതികരിച്ചോ? നിങ്ങൾ പറയുന്നുണ്ടല്ലോ ക്രൈസ്തവ സഭയ്ക്ക് ഒരു ഐക്യമില്ല, അതിന് നമ്മൾ ഉയർന്നു വരുമായിരുന്നു. എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? പ്രതികരിച്ചത് BJP-യാണ്. ഞാനടക്കമുള്ള ആളുകൾ പ്രതികരിച്ചു. അന്ന് ഞങ്ങളുടെ പ്രതികരണത്തിൽ വരാൻ വേണ്ടിയിട്ട് ഞങ്ങളേറെ ചോദിച്ചു പല സഭാ നേതാക്കന്മാരോടും. അവർ വന്നില്ല. അവർ പറഞ്ഞത് രാഷ്ട്രീയമാണ്. ഇവിടെയാണ് അതേ സമയത്ത് കത്വയിലൊരു സംഭവം ഉണ്ടായപ്പം കത്തി കേരളം. നമ്മുടെ ഇറാഖിലെ സദ്ദാം ഹുസൈന് വേണ്ടി കേരളത്തിൽ പ്രശ്നമുണ്ടായി. പാലസ്തീനു വേണ്ടി കേരളത്തിൽ പ്രശ്നം ഉണ്ടാകുന്നു. ഇസ്രായേലിന് വേണ്ടി, ജെറുസലേമിന് വേണ്ടിയിട്ട് ഈ കേരളത്തിൽ എന്തെങ്കിലും സഭ ചെയ്യുന്നുണ്ടോ? സഭയുടെ ആളുകൾ രംഗത്ത് വരുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അടിസ്ഥാനപരമായ ചോദ്യം, ആ ചോദ്യം പൊളിറ്റിക്കലൈസേഷൻ ഓഫ് കമ്മ്യൂണിറ്റി, പൊളിറ്റിക്കലൈസേഷൻ ഓഫ് പേഴ്സണാലിറ്റി. അവിടെ പേഴ്സണാലിറ്റി എന്നുള്ളത് വ്യക്തിത്വമാണ്, വ്യക്തിപരമാണ്. ആ വ്യക്തിപരം മാറണം. BJP ആണ് ക്രൈസ്തവ തരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ആ ന്യൂനപക്ഷത്തിലേക്ക്, ആ വിഷയത്തിലേക്ക് നമുക്ക് വേഗം ഒന്ന് വന്നാലോ ശ്രീ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ? തീർച്ചയായിട്ടും ആ വിഷയത്തിലേക്ക്, അഭിപ്രായത്തിലേക്ക് വരാം. 80:20 ആ ഒരു വൈരുദ്ധ്യം, ആ വൈരുദ്ധ്യം നിലനിൽക്കുന്നത് ഇതിൻ്റെ കാരണമാണ്. ഞാൻ ചോദിച്ചില്ലേ, കരയുന്ന കുഞ്ഞിനല്ലേ? തീർച്ചയായും നിങ്ങൾ സ്കോളർഷിപ്പ് വേണം, ഈ ശരിയല്ല, ഈ ശതമാനം ശരിയല്ല പറഞ്ഞിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ടോ? തീർച്ചയായും. ഞാൻ എൻ്റെ ചോദ്യം ഫാദർ റോയ് കണഞ്ചേരിയിലേക്ക് വരികയാണ്. ഇവിടെ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. ഒന്ന്, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറഞ്ഞൊരു ഒരു കാര്യം അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ കേരളത്തിലെ ക്രൈസ്തവ നവോത്ഥാന ചരിത്രത്തിലൊക്കെ മിഷണറിമാരുടെയൊക്കെ പങ്കുകൾ ഇവിടെ എണ്ണപ്പെടാതിരിക്കാൻ ഒരു കാരണം നമ്മൾ വേണ്ടത്ര രീതിയിൽ അത് ആളുകളുടെ ഇടയിലേക്ക് എത്തിച്ചില്ല, അല്ലെങ്കിൽ അത് സമൂഹത്തിന് മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ നമുക്ക് സാധിച്ചില്ല എന്നതുകൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതല്ലേ? അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ സാറ് പറഞ്ഞ ചില നിരീക്ഷണങ്ങൾ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രസക്തമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഈ 80:20 എന്ന ന്യൂനപക്ഷ അവകാശങ്ങളുടെ, ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളുടെ വിതരണത്തിൽ വന്നിരിക്കുന്ന വളരെ പ്രകടമായ ഈ വിവേചനം, അതെന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത് എന്ന് അഡ്വക്കേറ്റ് ചോദിക്കുകയുണ്ടായി. അതിനെതിരെ ഈ 20% മാത്രം സ്വീകരിച്ച് ഇത്രയും കാലം നിശബ്ദരായിരുന്ന ക്രൈസ്തവ സമൂഹവും, ഒപ്പം ബുദ്ധ, ജൈന, പാഴ്സി, സിഖ് മത അംഗങ്ങളും കേരളത്തിലെ, അവർക്കും ഉണ്ട് ഈ 20-ൽ പങ്ക്. 80% കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനാണ്. അപ്പം അത് 20% എന്നുള്ളത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ജനസംഖ്യാനുപാതികമായ ഒരു ശതമാനമാണെങ്കിൽ അത് 39% കയറേണ്ടതാണ്. അതെന്തുകൊണ്ടാണ് ഇപ്പോഴും 20-ൽ തന്നെ നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് 80% മുസ്ലിം സമൂഹത്തിലേക്ക് മാത്രമായിട്ട് പോകുന്നത്? അതിന് ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ഒരു പ്രസ്താവന തന്നെയാണ് മറുപടി. കാരണം ഞങ്ങൾക്ക് വേണം എന്ന് ക്രൈസ്തവ സമൂഹമോ മറ്റ് 5 സമൂഹങ്ങളോ കൂടി സംഘടിതമായി ഇതുവരെ ഒരു സാമൂഹിക മുന്നേറ്റം, ഒരാവശ്യം സർക്കാരിൻ്റെ മുമ്പിൽ ഉയർത്തിയിട്ടില്ല. ഈ അടുത്ത കാലത്ത് മാത്രമാണ് ഇതൊരു സാമൂഹിക പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് അൽമായ വിശ്വാസികളുടെ സംഘടനകളും സഭാ സമൂഹത്തിലെ പ്രതിനിധികളുമൊക്കെ സംസാരിക്കാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്ത് മാത്രമാണ്. ഇത്രയും കാലം ഈ സ്കോളർഷിപ്പ് അർഹിക്കുന്ന അളവിൽ നേടിയെടുക്കുന്നതിൽ ക്രൈസ്തവ സമൂഹം
വിജയിച്ചില്ല എന്നുള്ളതൊരു സത്യം തന്നെയാണ്. അതിൻ്റെ ഒരു കാരണം ഇവിടെ ഇപ്പോൾ ചർച്ചയ്ക്ക് വന്നത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അതായത് ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് അവരുടെ സാമുദായിക പ്രവർത്തനമാണ്. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം എന്ന് പറയുന്നത് അവരുടെ പാർട്ടി പ്രവർത്തനമാണ്. ആ പാർട്ടിയിലുള്ള അവരുടെ വ്യക്തിത്വത്തിൻ്റെ വിപുലനമാണ് രാഷ്ട്രീയ പ്രവർത്തനം. അവർ ചിലപ്പോൾ ഏത് മതത്തിൻ്റെ പ്രതിനിധീകരിച്ച് അല്ലെങ്കിൽ മതത്തിൻ്റെ പിന്തുണയോടുകൂടി വിജയിച്ചതാണെങ്കിലും ജയിച്ചു കഴിയുമ്പോൾ പലപ്പോഴും ആ മത സമുദായത്തിൻ്റെ ആവശ്യങ്ങളെക്കാൾ കൂടുതൽ അവർ ജയിച്ചു കയറിയ പാർട്ടിയുടെ ആവശ്യത്തിന് മാത്രം അവർ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. ഇവിടെ ഗോപാലകൃഷ്ണൻ സാർ സൂചിപ്പിച്ചതുപോലെ പൊളിറ്റിക്കലൈസേഷൻ ഓഫ് കമ്മ്യൂണിറ്റി വരണം എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. എനിക്ക് അദ്ദേഹത്തോട് ഒരു ആശങ്ക പങ്കുവയ്ക്കാനുള്ളത്, അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് എല്ലാവരും മാറിയാൽ നമ്മുടെ മതേതര സങ്കല്പം എവിടേക്ക് പോകും? പൊളിറ്റിക്കലൈസേഷൻ ഓഫ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൻ്റെ സാമുദായികവൽക്കരണമാണ്. രാഷ്ട്രീയത്തിൻ്റെ സാമുദായികവൽക്കരണം ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രീയക്കാരും അവരവരുടെ സമുദായത്തെ മാത്രം സേവിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ അവസ്ഥ എന്താവും? ഒപ്പം ഇവിടെ 80% സ്കോളർഷിപ്പ് ആ ഒരു സമൂഹത്തിലേക്ക് ചെല്ലാനായിട്ടുള്ള കാരണം ആ സമൂഹത്തിൽ നിന്ന് ജനപ്രതിനിധികളായിട്ടുള്ളവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും ആ സമുദായത്തിൻ്റെ മാത്രം ആവശ്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം നൽകിക്കൊണ്ട് അവരുടെ രാഷ്ട്രീയ സാധ്യതകളെ വളരെ സംഘടിതമായും വളരെ തന്മയത്വത്തോടു കൂടിയും ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്ന് പ്രിയപ്പെട്ട ഗോപാലകൃഷ്ണൻ സാറ് സൂചിപ്പിക്കുകയുണ്ടായി. അത് ഇന്നത്തെ സാഹചര്യത്തിൽ നോക്കിയാൽ അത് ശരിയുമാണ്. അത്തരത്തിലുള്ള ശരി നമ്മുടെ മതേതര ഇന്ത്യയിൽ ശരിയാണോ? അതേസമയം വിവിധ മതങ്ങളുടെ അല്ലെങ്കിൽ മതസമുദായത്തിൻ്റെ, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്തവ സമുദായത്തിൻ്റെ പിന്തുണയോടുകൂടി രാഷ്ട്രീയ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തിട്ട് സമുദായത്തിൻ്റെ ഇത്തരത്തിലുള്ള അവകാശ നിഷേധങ്ങൾ രാഷ്ട്രീയ അജണ്ടകളായി അവതരിപ്പിക്കാൻ വിമുഖത പ്രകടിപ്പിക്കുന്ന സമുദായത്തിൻ്റെ പേരിലുള്ള രാഷ്ട്രീയ നേതാക്കൾ, അവരും ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഗോപാലകൃഷ്ണൻ സാറിനോട് ഈ ഒരു ചോദ്യം ചോദിക്കുകയാണ്. എല്ലാവരും പൊളിറ്റിക്കലൈസേഷൻ ഓഫ് കമ്മ്യൂണിറ്റി അനുവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണഘടന അനുശാസിക്കുന്ന മതേതര സംവിധാനം, രാഷ്ട്രീയ നേതാക്കൾ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഒരേപോലെ പെരുമാറേണ്ടവരാണ്, പ്രവർത്തിക്കേണ്ടവരാണ്. ആ ഒരു പോളിസി സ്വീകരിക്കുന്നവർ വിഡ്ഢികളാവുമോ? അതോ ഈ കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം രാഷ്ട്രീയ സാധ്യതകളെ ഉപയോഗിക്കുന്നവർ ബുദ്ധിമാന്മാരായി തീരുമോ? എന്താണ് സാറിൻ്റെ അഭിപ്രായം? അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, അങ്ങ് ചോദിച്ചത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ആശങ്കയുണ്ട്. ശരി, എന്താ ഒരു വിഭാഗത്തിന് മാത്രം മതേതരത്വം? മതേതരത്വം എന്താ ഇരുമ്പൊലൊക്കെയാണ് ഒരു വിഭാഗത്തിന് മാത്രം കൊടുക്കാൻ? ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യമല്ലേ, എന്തിനാണ് ഖുർആൻ പഠിപ്പിക്കാൻ പൈസ കൊടുക്കുന്നത്? ഒരു മതവിഭാഗത്തിന് മാത്രം മതേതരത്വം ഇല്ല, അവർക്ക് മതം, ബാക്കി എല്ലാവരും മതം മാറ്റിവെച്ച് മതേതരത്വം സങ്കല്പിക്കണം. അതെന്ത് മര്യാദയാ? സമൂഹം എല്ലാവർക്കും ഒന്നാണ് ഭരണഘടന അനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ ഭരണഘടനയിലെ എല്ലാവരും ഒരേ തത്വചിന്തയിൽ, ഒരേ കാഴ്ചപ്പാടിൽ ഭരണഘടനയിലെ മുഴുവൻ ആളുകൾക്കും ഒരേ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകണം. എനിക്കൊരിക്കലും അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് കൊടുക്കണം എന്ന് ഞാൻ പറയില്ല. പക്ഷെ ഒരു വിഭാഗത്തിന് മാത്രം കൊടുക്കുന്നത് എന്തുകൊണ്ട്? ഇപ്പോൾ പിണറായി വിജയൻ ഇപ്രാവശ്യത്തെ ഈസ്റ്റർ ഉണ്ടായി, ഓണം ഉണ്ടായി, അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിൻ്റെ ഒരാഘോഷം ഉണ്ടായി, റംസാൻ. എന്ത് സമീപനം സ്വീകരിച്ചത്? അവർക്ക് 100 പേർക്കാവാം, ആയിക്കോട്ടെ, നമുക്ക് വിരോധമില്ല. എന്താ ഈസ്റ്ററിന് 100 പേർക്കായിക്കൂടെ? എന്താ ഓണത്തിന് 100 പേർക്കായിക്കൂടെ? നിങ്ങളിതിനെ പാർഷ്യലായിട്ട് കാണിക്കുന്നേ. അപ്പം അവർക്ക് മാത്രം കൊടുക്കുന്നത് സംഘടിത വോട്ടാണ്. ആ സംഘടിത വോട്ടിനു വേണ്ടിയുള്ള ശ്രമം നടക്കുന്നത് അവസാനിപ്പിക്കണം. അവിടെയാണ് ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നത്. BJPയുടെ സങ്കല്പം നോ അപ്പീസ്മെന്റ് ടു എനി പാർട്ടി, വി ആർ ഓൾ ഈക്വൽ, നമ്മളെല്ലാം തുല്യരാണ്. മതേതരത്വം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവണം.
ആ മതേതരത്വ സങ്കല്പം എല്ലാവർക്കും ഒരുപോലെ ആവണം. അവിടെ അപ്പീസ്മെന്റ് ഒരു വിഭാഗത്തിന് മാത്രം. അപ്പം ചോദിക്കും ആളുകൾ, സ്വാഭാവികമായി ചോദിക്കും. ആ ചോദ്യം ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല, ആ ചോദ്യം ഉയരും. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധാനം ചെയ്യുന്ന ഒരു വക്താവ് എന്ന നിലയിൽ പറയാൻ ആഗ്രഹിക്കുന്നു, നോ അപ്പീസ്മെന്റ് ടു എനി പാർട്ടി ഓർ ഈക്വൽ ടു ഓൾ ദ പാർട്ടി. ആ സങ്കല്പത്തിൽ നാളെ ചവറ അച്ഛൻ്റെ ആ ഒരു അങ്ങേയറ്റത്തെ ദിവ്യത പ്രമാണിച്ച് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവണം. വി ആർ റെഡി, BJP ഈസ് റെഡി ഫോർ ദാറ്റ്. പക്ഷെ നിങ്ങൾ BJP വിശ്വസിക്കുന്നുണ്ടോ? ഐ എം ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, നിങ്ങൾ BJP വോട്ട് ചെയ്യുന്നുണ്ടോ? സമൂഹത്തിൽ എന്താ? ക്രൈസ്തവരുടെ വോട്ട് കോൺഗ്രസ്സിന്, BJPക്ക് ഇല്ല. എന്തുകൊണ്ടില്ല? നിങ്ങൾ ചിന്തിക്കേ. ഇനി അടുത്തൊരു 50 കൊല്ലത്തേക്ക് കേന്ദ്രത്തിൽ ഈ കോൺഗ്രസ് വരുമെന്നൊന്നും ധരിക്കേണ്ട, ഒരിക്കലും വരാൻ പോകുന്നില്ല. ഞാൻ ഇവിടെ വെച്ച് ഫ്ലാറ്റായിട്ട്, വളരെ ഫ്ലാറ്റായിട്ട് പറയാണ്, ഒരു സമൂഹത്തിന് നിലനിൽക്കണമെങ്കിൽ ഭരണകൂടം ഉണ്ടാവണം. ഭരണകൂടമില്ലാതെ മതേതരത്വം മാത്രം പറഞ്ഞാൽ ഒരു സമൂഹത്തിന് നിലനിൽക്കാൻ കഴിയില്ല. അതാണ് ഹിന്ദു സമൂഹം നേരിടുന്ന പ്രശ്നം. ഹിന്ദു സമൂഹത്തിൽ ജാതിയുണ്ട്, അയിത്തമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ രാമായണം എഴുതിയതാരാ? രാമായണം എഴുതിയത് അങ്ങേയറ്റത്തെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളാണ്, വാൽമീകി. മഹാഭാരതം എഴുതിയതാരാ? വ്യാസന, അങ്ങേയറ്റത്തെ താഴ്ന്ന ജാതിയിൽപ്പെട്ടതാ. പക്ഷെ ഒരു കാലഘട്ടത്തിൽ അത് സംഭവിച്ചു. അതിനെ മാറ്റം വരുത്താൻ വേണ്ടി ശ്രമം നടക്കുന്നു. എനിക്ക് പറയാനുള്ളത്, ക്രൈസ്തവ സഭയോട് പറയാനുള്ളത്, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. ക്രൈസ്തവ സഭ മതേതരത്വത്തിൻ്റെ പേരിൽ ഒരു പ്രത്യേക കാഴ്ചപ്പാടോടുകൂടി പോയാൽ നിങ്ങൾ പ്രതിസന്ധിയിലാവും. അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ഞാൻ ഡോക്ടർ കുര്യാസിലേക്ക് എത്തുകയാണ്. നമ്മൾ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഓൾറെഡി ഇതിനോടകം തന്നെ നമ്മൾ പാഠപുസ്തകങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഇവിടെ ഇത്തരമൊരു യൂണിവേഴ്സിറ്റി എന്നൊരു ആശയം ഈ ചർച്ചയിൽ പലരും മുമ്പോട്ട് വെച്ചു. എന്നിരുന്നാലും നമ്മൾ ചരിത്രം എന്തുകൊണ്ട് എങ്ങനെ നമ്മുടെ ഈ സമൂഹം, പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ചരിത്രം കൃത്യമായിട്ട് അവതരിപ്പിക്കേണ്ട സമയമായിട്ടില്ലേ? ചരിത്രപരമായിട്ട് നമുക്ക് ചരിത്രം പഠിപ്പിക്കുന്നതിലുള്ള വീഴ്ചയുണ്ടെന്ന് ഇതിനോടകം തന്നെ ഡോക്ടർ കുര്യാസ് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ വീഴ്ചയിൽ നിന്ന് എന്ത് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് കേരളത്തിന് മുമ്പോട്ട് പോകാൻ കഴിയുന്നത്? ഇവിടെ വളരെ ഗൗരവമേറിയ ഒരു വസ്തുത പ്രസക്തമായി തീരുന്നുണ്ട്. അതായത് ഗോപാലകൃഷ്ണൻ തന്നെ ചൂണ്ടിക്കാണിച്ചു, റോയേശൻ ചൂണ്ടിക്കാണിച്ചു, ഈ പാഠപുസ്തകങ്ങളിലൂടെ ചരിത്രത്തിന്റെ സത്യസന്ധമായ അവതരണമോ അതിൻ്റെ പഠനമോ കുട്ടികളുടെ അനുഭവ സീമയിലേക്ക് വരുന്നില്ല എന്നതാണ്. അതിൻ്റെ ഒരു കാരണത്തെപ്പറ്റി മാത്രമേ ഞാൻ സൂചിപ്പിച്ചുള്ളൂ. ഒരു ബോധപൂർവമായ ഒരു തമസ്കരണത്തിന്റെ ഭാഗമാണ് അത് എന്ന് വാദത്തോട് യോജിക്കാൻ എനിക്ക് നിർവാഹമില്ല എന്ന്. പക്ഷേ കേരളത്തിന്റെ ചരിത്രം വിശാലമായ ഒരു കാഴ്ചപ്പാടില് പുനരാവിഷ്കരിക്കപ്പെടേണ്ട, പുനരവതരിപ്പിക്കപ്പെടേണ്ട, റീറൈറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാലഘട്ടമായിട്ടുണ്ട്. ഇതുവരെ ഇവിടെ എഴുതപ്പെട്ടു പോയ പല ചരിത്രങ്ങളും രാജാക്കന്മാരുടെ സ്തുതിഗീതങ്ങളും വളരെ ഭാഗികമായിട്ടുള്ള ചില ചരിത്ര അവലോകനങ്ങളും മാത്രമായിട്ടാണ് കലാശിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി പൊതുസമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ചരിത്ര നിർമ്മിതിയിൽ ഇവിടത്തെ നിമ്ന വിഭാഗത്തിന് കൂടി ഒരു പങ്കുണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ സമുദായങ്ങളുടെയും കൂട്ടായ ഒരു പരിശ്രമം ചരിത്ര നിർമ്മിതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തിന്റെ വളർച്ചയ്ക്കും അതിൻ്റെ നൈതികവും മൂല്യപരവുമായ വികസനത്തിനും എല്ലാ വിഭാഗം ജനങ്ങളുടെയും കൂട്ടായ ശ്രമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് ഒരു പൊതു ചരിത്ര നിർമ്മിതി ഇവിടെ ഉണ്ടാവേണ്ടതാണ്. സഹിഷ്ണുതയോടുകൂടി, മതേതര മനസ്സോടുകൂടി, സമുദായ സൗഹാർദ്ദം നിറഞ്ഞ ഒരു പുതിയ സമീപനം ചരിത്രരചനയിൽ നമുക്കിവിടെ ആവശ്യമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പറയുമ്പോൾ ഇവിടെ വിദ്യാഭ്യാസത്തോട് ബന്ധപ്പെട്ടാണ് നമ്മൾ ചർച്ച ആരംഭിച്ചത്. അതിൻ്റെ ഒരുപക്ഷെ സമാപനവും അങ്ങനെ ആകുന്നത് ഭംഗിയായിരിക്കും. ഈ പുതിയ സർവകലാശാലയുടെ കാര്യം പറഞ്ഞുവല്ലോ.
എന്തുകൊണ്ട് ക്രൈസ്തവർക്ക് ഒരു സർവകലാശാല ഉണ്ടായിക്കൂടാ എന്ന ചോദ്യത്തിന് പ്രത്യേകിച്ച് കൃത്യമായ ഒരു മറുപടി പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നില്ല. മറിച്ച് കേരള ക്രൈസ്തവ സമൂഹത്തിലെ ഏറ്റവും മഹാനായ വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന നിലയിൽ ചാവറയച്ചന്റെ പേരിൽ ഇവിടെ ഒരു സർവകലാശാല ഉണ്ടാകുന്നത്, അത് ഇന്നത്തെ സർവകലാശാലകൾ പോലെ പൊതു സർവകലാശാല എന്നുള്ള നിലയിലോ അതല്ല ആസാമിലെ ഡോൺ ബോസ്കോ സർവകലാശാലയുടെ രീതിയിൽ സ്വകാര്യ സർവകലാശാല എന്ന നിലയിലോ ആകാവുന്നതാണ്. സംസ്കൃതത്തിന് വേണ്ടി ഉണ്ടാക്കിയ കേന്ദ്ര സർവകലാശാലയ്ക്ക് ശങ്കരാചാര്യരുടെ പേര് കൊടുത്തത് അതിനേക്കാൾ ഉചിതമായ മറ്റൊരു ചരിത്ര വസ്തുത വേറെ ചൂണ്ടിക്കാണിക്കാനുള്ള അത്ര കൃത്യമായ ഒരു ഗണനയാണ് ആ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ നമ്മുടെ വിദൂര വിദ്യാഭ്യാസത്തിന് വേണ്ടി രൂപം കൊടുക്കുന്ന ഓപ്പൺ യൂണിവേഴ്സിറ്റി നമ്മള് കേരളത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ പേര് കൊടുക്കുന്നു. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ എന്നറിയപ്പെടുന്നത്, ഇന്ദിരാഗാന്ധിയുടെ പേരിലാണ്. നമ്മുടെ കോട്ടയം സർവകലാശാല മഹാത്മാഗാന്ധിയുടെ പേരിലാണ്. അപ്പോൾ മഹാത്മാക്കളുടെ പേരിൽ പൊതു സർവകലാശാലകൾ ഉണ്ടാകുന്നത് തീർച്ചയായും അഭിലഷണീയമായ ഒരു കാര്യമാണ്. ഈ പശ്ചാത്തലത്തിൽ ആലോചിക്കുമ്പോൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏറ്റവും മഹത്തരമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ക്രൈസ്തവ സമൂഹത്തിന് നൽകുന്ന ഒരു അംഗീകാരം എന്ന നിലയിൽ ആ പ്രവർത്തനങ്ങളുടെ കേന്ദ്ര പ്രചോദകം ആയി നിൽക്കുന്ന ചാവറയച്ചനെ ഉള്ള ഒരു സ്മാരകം എന്ന നിലയിൽ അത്തരത്തിലൊരു സർവകലാശാല കേരളത്തിൽ ഉണ്ടാകുന്നത് തീർച്ചയായും സ്വാഗതം ചെയ്യപ്പെടാവുന്ന ഒരു കാര്യമാണ്. ഇതിലെ ഗവൺമെന്റിന് തന്നെ മുൻകൈയെടുക്കാം, അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് തന്നെ മുൻകൈയെടുക്കാം. ഈ തരത്തിലായാലും ശരി, ഒരു ക്രൈസ്തവ സർവകലാശാലയല്ല ഉണ്ടാവുക, എല്ലാ ക്രൈസ്തവ സർവകലാശാലകളുടെയും സ്വഭാവം അനുസരിച്ച് പൊതുസമൂഹ പ്രയോജനപ്പെടുന്ന ഒരു പൊതു സർവകലാശാല തന്നെയാണ് അതുവഴി ഇവിടെ രൂപം കൊള്ളേണ്ടിയിരിക്കുന്നത്. തീർച്ചയായും വ്യക്തമാണ്. ഏറ്റവും ഒടുവിൽ ഞാൻ ഫാദർ റോയ് കണ്ണഞ്ചിറയിലേക്ക് എത്തുകയാണ്. ഫാദർ റോയ് കണ്ണഞ്ചിറ, ഇവിടെ നല്ല ചില നിരീക്ഷണങ്ങൾ ഇന്നത്തെ ഈ ചർച്ചയിലുണ്ടായി. അത് എനിക്ക് വ്യക്തിപരമായി ഒരു കത്തോലിക്ക പുരോഹിതൻ എന്നുള്ള നിലയിൽ ചില ആശങ്കകൾ മനസ്സിൽ ഉയർന്ന നിമിഷങ്ങളും കൂടിയായിരുന്നു ഈ ചർച്ചയിൽ. ഒന്ന്, ഭാരതത്തിലെ തന്നെ മുതിർന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ BJPയുടെ പ്രതിനിധി എന്ന നിലയിൽ ഗോപാലകൃഷ്ണൻ സാറ് സൂചിപ്പിച്ച ഒരു കാര്യം, ക്രൈസ്തവ സമൂഹം നിലനിൽപ്പിന് തന്നെ ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അതിൽ ചില വസ്തുതകളുണ്ട് എന്നത് ഇപ്പോഴത്തെ സാമൂഹികമായ അവസ്ഥയെ പഠിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. രണ്ട് തരത്തിൽ ഒരു സമൂഹത്തിന് വംശനാശം സംഭവിക്കാം. ഒന്ന്, ആ സമൂഹത്തെ മറ്റാരെങ്കിലും ബോധപൂർവം ഇല്ലാതെയാക്കാൻ ശ്രമിച്ചാൽ വംശനാശം സംഭവിക്കാം. മധ്യേഷ്യയിലൊക്കെ അത്തരത്തിലുള്ള വളരെ വ്യക്തമായ ചുവടുവയ്പ്പുകൾ നടക്കുന്നുണ്ട്. നിരവധി തലങ്ങളിൽ ലക്ഷക്കണക്കിന് ക്രൈസ്തവർ കുരുതി കൊടുക്കപ്പെടുന്നുണ്ട് മതതീവ്രവാദികളുടെ ഇടപെടൽ കൊണ്ട്. ഇവിടെ കേരളത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ ക്രൈസ്തവ സഭ അന്യം നിന്നു പോവുകയാണോ, അല്ലെങ്കിൽ വംശനാശം സംഭവിക്കുകയാണോ? ആ ചോദ്യത്തിന് ഒരു വ്യക്തമായ പഠനം ആവശ്യമുണ്ട്. അത് നടത്തേണ്ടത് മറ്റേതെങ്കിലും ഒരു സമുദായമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ സ്വന്തം സമുദായത്തെപ്പറ്റി, സ്വന്തം സമൂഹത്തെപ്പറ്റി അത്രയേറെ ഉത്കണ്ഠയില്ലാത്ത ഒരു സമൂഹം, ക്രൈസ്തവ സമൂഹം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഇതൊരു പ്രശ്നമാണെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ ഒരു കാരണം. ആ കാരണത്തിനൊരു പരിഹാരവും ഈ സമൂഹം തന്നെയാണ്, മറ്റാരുമല്ല. അതാണ് ഇവിടെ ഗോപാലകൃഷ്ണൻ സാറും കുര്യാസ് സാറും ഒക്കെ സൂചിപ്പിച്ചത്. ഈ ഒരു ചർച്ച നമ്മൾ സമാപിപ്പിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആശങ്കയായിട്ട് തന്നെ ഇവിടെ ഉയരുകയാണ്.
കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് ഇവിടെ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ സാർ സൂചിപ്പിക്കുകയുണ്ടായി. ഒരു ന്യൂനപക്ഷം എന്നുള്ള നിലയിൽ ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടി സംഘടിതമായിട്ട് ക്രൈസ്തവ സമൂഹം ഇതുവരെ ഒരുമിച്ചിട്ടില്ല. ക്രൈസ്തവ സമൂഹത്തിന് ആ ഒരുമ നൽകേണ്ടവർ ഇപ്പോഴും സംഘടിതമായി ഒരുമിക്കുന്നതിന് ഇനിയും സാധ്യതകൾ ആരായേണ്ടിയിരിക്കുന്നു. കാരണം ഒരുമിച്ചിട്ടില്ല. അങ്ങനെ ഒരുമിച്ച് ചോദിച്ചാൽ കേരളത്തിൽ തീർച്ചയായിട്ടും ഇതിന് മാറ്റമുണ്ടാകും. അത്തരത്തിലുള്ളൊരു മാറ്റം കൊണ്ടുവരാൻ ക്രൈസ്തവ സമൂഹത്തെ സ്നേഹിക്കുന്ന രാഷ്ട്രീയ താല്പര്യമുള്ള നിരവധി പേർ ഇവിടെയുണ്ട് എന്നുള്ള സൂചനയും ഈ ചർച്ചയിൽ ഉയരുകയുണ്ടായി. അതേസമയം തന്നെ ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ മതപഠനത്തിന് മാത്രമായി മാറ്റിവെക്കുന്ന സമ്പ്രദായം ന്യൂനപക്ഷ അവകാശങ്ങളുടെ ഭാഗമായി വ്യാഖ്യാനിക്കപ്പെടുകയും അത്തരത്തിലുള്ള സമൂഹത്തിൽ നിന്ന് ജനപ്രതിനിധികളായി വരുന്നവർ ആ സമുദായത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്നത് ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഭാരതത്തിൻ്റെ ഇന്നത്തെ പ്രത്യേക പരിതസ്ഥിതിയിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സ്വന്തം അവകാശം ചോദിക്കാൻ സംഘടിതമായ പരിശ്രമം നടത്താത്ത സമൂഹങ്ങൾ, ക്രൈസ്തവ സമൂഹം ഉൾപ്പെടെയുള്ള സമൂഹങ്ങൾക്ക് ഭാവിയെപ്പറ്റി ആശങ്ക തന്നെ, നിലനിൽപ്പിനെപ്പറ്റി ആശങ്ക തന്നെ ഉയർത്തും എന്നുള്ളതും ഒരു സത്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സംവാദം അല്ലെങ്കിൽ ഈ ഒരു ചർച്ച പരിസമാപ്തിയിലേക്ക് വരുമ്പോൾ കേരളത്തിൻ്റെ നിർമ്മിതിയിൽ, ഭാരതത്തിൻ്റെ പൊതുസമൂഹ നിർമ്മിതിയിൽ ഇന്ന് ഭാരതത്തിൽ 14,442 വിദ്യാലയങ്ങൾ നടത്തുന്ന 2.5% ക്രൈസ്തവ സമൂഹം, കത്തോലിക്ക സഭയുടെ മാത്രമാണ് ഞാൻ പറഞ്ഞത്, 14,000-ലധികം വിദ്യാലയങ്ങൾ നടത്തുന്നു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ആ വിദ്യാലയങ്ങളിൽ കയറി ഇറങ്ങുന്നു എല്ലാ ദിവസവും. ഇപ്പോൾ കൊറോണ കാലമായതുകൊണ്ടാണല്ലോ സ്റ്റക്കായി നിൽക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് മതേതര സ്വഭാവമുള്ള പൊതുസമൂഹ നിർമ്മിതിക്ക് ഈ വിദ്യാലയങ്ങൾ നിർണായകമായ പിന്തുണ നൽകുന്നു, സ്വാധീനം നൽകുന്നു. ഈ വിദ്യാർത്ഥികൾ നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ഉൾപ്പെടെയുള്ളവർ, LK അദ്വാനി ഉൾപ്പെടെയുള്ളവർ, അരുൺ ജെയ്റ്റ്ലി ഉൾപ്പെടെയുള്ളവർ ക്രൈസ്തവ വിദ്യാലയങ്ങളിൽ വിദ്യ അഭ്യസിച്ചവരാണ് എന്നുള്ളൊരു സത്യമാണ്. അപ്പോൾ അവരൊക്കെ ഭാരതത്തെ സ്നേഹിക്കാനും മതേതര സ്വഭാവത്തോടു കൂടി രാഷ്ട്രത്തെ നയിക്കാനുമൊക്കെ പ്രാപ്തി നേടിയത് പ്രാഥമിക വിദ്യാഭ്യാസ കാലത്ത് ലഭിച്ച ആ ഒരു ഭാരതീയ മതേതര പൈതൃകത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. അത്തരത്തിൽ ഭാരതത്തിൻ്റെ പടുത്തുയർത്തലിന് നിർണായകമായ വിദ്യാഭ്യാസ സംഭാവന നൽകുന്ന ക്രൈസ്തവ സമൂഹത്തിന് അർഹമായിട്ടുള്ള അംഗീകാരം, അത് വിശുദ്ധ ചാവറപിതാവിൻ്റെ പേരിലുള്ള യൂണിവേഴ്സിറ്റി ആയാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലായാലും, അല്ലെങ്കിൽ ആ സമൂഹത്തിന് നിഷേധിക്കപ്പെടുന്ന ന്യൂനപക്ഷ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള സംഘടിതമായ പരിശ്രമത്തിലൂടെ ആയാലും അത് നടപ്പിലാകേണ്ടതാണ് എന്ന ഒരു ചിന്ത പങ്കുവയ്ക്കുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. തീർച്ചയായും ഭാരതത്തിൻ്റെ, കേരളത്തിൻ്റെ പൊതുസമൂഹ നിർമ്മിതിക്ക് കേരളത്തിലെ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ക്രൈസ്തവ മിഷണറിമാരും നൽകിയ സംഭാവനകളെ വിസ്മരിക്കുവാൻ കേരളത്തിനോ ഭാരതത്തിനോ സാധിക്കുകയില്ല. എന്നാൽ ഇവിടെ ഈ ചർച്ചയിൽ മുമ്പോട്ട് വെച്ചതുപോലെ ഒരുമിച്ച് ചോദിച്ചാൽ മാത്രമേ ഉത്തരം കിട്ടുകയുള്ളൂ എന്ന സ്ഥിതിയിലാണ് കേരളത്തിലും ഭാരതത്തിലും പല കാര്യങ്ങളും മുമ്പോട്ട് പോവുക. ഉറക്കെ ചോദിക്കേണ്ട സമയത്ത് ഉറക്കെ ചോദിക്കുവാൻ, ശബ്ദമുയർത്തേണ്ടടുത്ത് ശബ്ദമുയർത്തുവാൻ എല്ലാ സംവിധാനങ്ങൾക്കും, സഭാ സംവിധാനങ്ങൾക്കും, പൊതുസമൂഹത്തിനും, വിശ്വാസ സംവിധാനങ്ങൾക്കും എല്ലാം ഉറപ്പുള്ള, ധൈര്യമുള്ള ഒരു സമൂഹമാണ് നമ്മുടെ നാട്ടിൽ വളരേണ്ടത്. എല്ലാ മതങ്ങളെയും അംഗീകരിക്കുകയും എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും മതേതര സങ്കല്പങ്ങൾക്ക് ഒരു കേടും വരാത്ത സുന്ദരമായ ഒരു സമൂഹത്തെ ഇനിയും നമുക്ക് കെട്ടിപ്പടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് കേരളത്തിൻ്റെ ഒന്നാകെയുള്ള കളക്റ്റീവായ ഒരു എഫേർട്ടാണ് നമുക്ക് ഇന്ന് വേണ്ടത്. ഈ ചർച്ചയിൽ ഏറെ സജീവമായി പങ്കെടുത്ത ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി, അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഫാദർ റോയ് കണ്ണഞ്ചിറ, 3 പേർക്കും നന്ദി.